പെൻസിൽ വളച്ചൊടിക്കുന്നു. അപ്പൊ അച്ഛൻ അവിടെ നിന്ന് ഈ കുട്ടിയെടുത്ത് പറയുക, മോനെ നീ ശാന്തനാകൂ എന്ന് പറയുകയാണ് അച്ഛൻ. അപ്പൊ ഒരു സ്ട്രേഞ്ചർ ഒരു വീട്ടിലോട്ട് കടന്നു ചെല്ലുകയാണ്. അപ്പം അവിടെ എന്താ കാണുന്നത്? ഒരച്ഛൻ മേശപ്പുറത്തിരുന്ന് കണക്കെഴുതുന്നു. അപ്പൊ ഒരു കുട്ടി തറയിൽ ഇരുന്ന് ഭയങ്കര കുസൃതി കാണിക്കുക. പേന കുത്തി ഒടിക്കുന്നു, പെൻസിൽ വളച്ചൊടിക്കുന്നു, പേപ്പർ കീറി എറിയുന്നു. അച്ഛൻ അവിടെ ഇരുന്ന് പറഞ്ഞു, അടങ്ങ് മാധവ എന്ന് പറഞ്ഞിട്ട് പുള്ളി വീണ്ടും കണക്കെഴുത്ത് തുടരുകയാണ്. കുട്ടി അടങ്ങുന്നില്ല. കുട്ടി വീണ്ടും ബഹളം വെക്കുകയാണ്. പേപ്പർ വലിച്ചു കീറുന്നു, മാഷി തറയിൽ കുടയുന്നു, ഭയങ്കര ബഹളം. അച്ഛൻ വീണ്ടും പറഞ്ഞു, അടങ്ങ് മാധവ. കുട്ടി ബഹളം നിർത്തുന്നില്ല, ബഹളം തുടരുകയാണ്. പൈലറ്റായിട്ട് ബിഹേവ് ചെയ്യോൺ. അച്ഛൻ അവിടെ നിന്ന് വീണ്ടും ഉറക്കെ പറഞ്ഞു, അടങ്ങ് മാധവ. ഇത് കണ്ടുകൊണ്ട് വാതിക്കൽ നിന്നിരുന്ന ആ സ്ട്രേഞ്ചറെ പെട്ടെന്ന് വീടിനകത്തോട്ട് കയറി ചെന്ന് ദേഷ്യത്തോടുകൂടെ കുട്ടിയെ നോക്കി പറഞ്ഞു, അടങ്ങ് മാധവ. ഉടനെ മേശപ്പുറത്തിൽ കണക്കെഴുതിക്കൊണ്ടിരിക്കുന്ന അച്ഛൻ പറയുവാണ്, അവൻ ഗോപാൽ, ഞാൻ മാധവന്. അവൻ ഗോപാൽ, ഞാൻ മാധവൻ. ഞാൻ കുട്ടിയെ അടക്കുകയല്ല, എന്റെ കോപത്തെ ഞാൻ അടക്കാനായിട്ട് പരിശ്രമിക്കുകയാണ്. ദേഷ്യം വന്ന് അവന്റെ ചെള്ളക്കെങ്ങാനും അടിച്ച് അവന്റെ കർണപടമൊക്കെ പൊട്ടിപ്പോയാൽ എന്ത് ചെയ്യും? ഇന്ന് രാവിലെ 5:55 ഓൾ ഇന്ത്യ റേഡിയോയിൽ കേട്ട സുഭാഷിതം. നസീർ എന്നാണെന്ന് തോന്നുന്നു, ഒരു ഫോട്ടോഗ്രാഫർ, എൻവയൺമെന്റൽ പ്രവർത്തകനാണ് അദ്ദേഹം. ഒരു ബട്ടർഫ്ലൈയെ തേടി ഒരു കാട് മുഴുവൻ അലഞ്ഞു തിരിഞ്ഞു. അവസാനം വൈകുന്നേരം 6 മണി കഴിഞ്ഞു. 6 മണി കഴിഞ്ഞ് ബട്ടർഫ്ലൈയെ കണ്ടുപിടിച്ചു. പുള്ളിയുടെ കൂടെ ഒരു ഫ്രണ്ടും കൂടെ ഉണ്ട്. രണ്ടുപേരും കൂടെ ആ ബട്ടർഫ്ലൈയുടെ അടുത്ത് ഇങ്ങനെ ചെന്ന് ഫോക്കസ് ചെയ്തപ്പം ഈ ഫോട്ടോഗ്രാഫർ ഫോട്ടോ എടുത്തില്ല. കൂട്ടുകാരൻ പറഞ്ഞു. ഉടനെ പുള്ളി വാച്ചിൽ നോക്കിയിട്ട് പറഞ്ഞു, മണി 6:05. അവിടെ ഈ മരത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ്, ആഫ്റ്റർ 6 o'clock നോ ഫ്ലാഷ്. 6 മണി കഴിഞ്ഞ് ഫ്ലാഷ് അടിക്കാൻ പാടില്ലെന്ന്. കൂട്ടുകാരൻ പറഞ്ഞു, ആരും കാണുന്നില്ലല്ലോ, ഫോട്ടോ ബട്ടർഫ്ലൈയുടെ റെയർ ആയിട്ടുള്ള ബട്ടർഫ്ലൈ അല്ലേ, പെട്ടെന്ന് ഫോട്ടോ എടുക്കൂ. ഉടനെ പുള്ളി പറഞ്ഞു, ആരും കാണുന്നില്ലെങ്കിലും ഞാൻ കാണുന്നുണ്ടല്ലോ ബോർഡ്. ആരും കാണുന്നില്ലെങ്കിലും ഞാൻ കാണുന്നുണ്ടല്ലോ ബോർഡ്. താങ്ക് യു വെരി മച്ച് സ്മൃതി, താങ്ക് യു വെരി മച്ച്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവമാണ്. പേരന്റിംഗ് ആണ് പ്രിയപ്പെട്ടവരെ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പേരന്റിംഗ് ആണ്. മൂന്നാമത്തെ സ്റ്റോറി പാലയിലാണ്. പാലയില് ഒരു അച്ഛൻ 4 മക്കളുമായിട്ട് സിനിമ കാണാൻ വേണ്ടി പോവാം. 3 മക്കളും മുതിർന്നവരാണ്. കൊച്ചുകുട്ടി. സിനിമ ടിക്കറ്റ് കൊടുക്കുന്നതോ ഇവരുടെ ഒരു ഫ്രണ്ടാണ്. സിനിമയുടെ ടിക്കറ്റ് കൊടുക്കുന്നത്. പുള്ളിക്കാരൻ ഇദ്ദേഹത്തിന്റെ ഫ്രണ്ടാ. പുള്ളി പറഞ്ഞു, എടാ ഈ ചെറുതിന് ടിക്കറ്റ് വേണ്ട, അധികം തിരക്കില്ല, നിങ്ങള് 3 കുഞ്ഞുങ്ങൾക്കും നിനക്കും എടുത്താ മതി. ഉടനെ പുള്ളി പറഞ്ഞു, പോരാ, 5 ടിക്കറ്റ് തന്നെ എടുത്തോളൂ, 5 ടിക്കറ്റ് തന്നെ എടുത്തോളൂ എന്ന് പറഞ്ഞു. അപ്പം ഈ കൂട്ടുകാരൻ പിന്നെ നിർബന്ധിച്ചു, വേണ്ട, 4 ആവശ്യമേ ഉള്ളൂ, കൊച്ചുകുട്ടിയല്ലേ. ഉടനെ ഇദ്ദേഹം പറയുകയാണ്, ഞങ്ങൾ ഇങ്ങനെ കയറി വരുന്ന വഴിക്ക് തപ്പി പിടിച്ച് അവനുള്ള വായിക്കാനുള്ള കഴിവൊക്കെ വെച്ച് അവൻ ആ ബോർഡ് വായിച്ചായിരുന്നു, 5 വയസ്സ് കഴിഞ്ഞവർക്ക് ഫുൾ ടിക്കറ്റ് എന്ന്. ഇപ്പൊ ഒരു 70 രൂപ ലാഭിക്കുന്നതിന് വേണ്ടി നമ്മൾ അവന്റെ ആ ഒരു വാല്യൂ സിസ്റ്റത്തെ എന്ത് ചെയ്യണ്ട, തകർക്കണ്ട. ബസ്സിൽ യാത്ര ചെയ്യുവാണ് അമ്മ. കുഞ്ഞിന്റെ അടുത്ത് പറഞ്ഞു, കണ്ടക്ടർ അങ്കിൾ വന്ന് ചോദിക്കും, അപ്പം 3.5 വയസ്സായെന്ന് പറഞ്ഞാ മതി. വയസ്സ് കുറച്ച് പറയാൻ പ്രേരിപ്പിക്കുവാണ്. എന്താ ഗുണം? കുറച്ച് ഒരു ഹാഫ് ടിക്കറ്റ് കിട്ടും. അത്രേ ഉള്ളൂ. പക്ഷെ കൊച്ചിനൊരു കാര്യം മനസ്സിലായി, ചെറിയൊരു പൈസ ലാഭം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ കള്ളം പറയാം. ഏറ്റവും പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ഒരിക്കൽ കൂടെ ഞാൻ നിങ്ങളെ റിമൈൻഡ് ചെയ്യുവാണ്, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും ഒന്ന് അയച്ചു കൊടുത്തോ നമ്മുടെ പോസ്റ്റർ. നമ്മുടെ 4ാമത്തെ ദിവസത്തിലേക്ക് ഹൃദ്യമായ സ്നേഹപൂർവമായ സ്വാഗതം. ഫസ്റ്റ് ഡേയിൽ ഞാൻ പറഞ്ഞത് 4 തരം പേരന്റിങ്ങിനെ പറ്റിയാണ്. ഏറ്റവും നല്ല പേരന്റിങ് അതോറിറ്റേറ്റീവ് പേരന്റിങ്, ആധികാരികമായ രക്ഷകർതൃത്വം, കുട്ടികളോട് കൂട്ടുകൂടുകയും എന്നാൽ നോ പറയേണ്ട സമയത്ത്
ധൈര്യത്തോടെ നോ പറയുകയും ചെയ്യുന്ന പേരന്റിങ്. അതോടൊപ്പം നമ്മള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് പേരന്റിങ്ങിന്റെ ഒരു 10 ക്യാരക്ടറിസ്റ്റിക്സ് കണ്ടു. സെക്കൻഡ് ഡേയിൽ നമ്മൾ കണ്ടത് ചൈൽഡ് ഫ്രണ്ട്ലി പേരന്റിങ് ആണ്. തേർഡ് ഡേയിൽ നമ്മൾ കാണാനായിട്ട് പരിശ്രമിച്ചത് വിവിധ ഡയമെൻഷൻസ് ഓഫ് ഡെവലപ്മെന്റ്. ഇന്ന് ആ ഡയമെൻഷൻസിന്റെ തന്നെ കുറച്ചും കൂടെ ഒരു എലാബറേഷൻ ആണ്. ഒത്തിരി സ്നേഹപൂർവ്വം എല്ലാവർക്കും സ്വാഗതം. എന്നെ കേൾക്കുന്ന എല്ലാവരും ചാറ്റിൽ ഒരു 1 ഒന്ന് ടൈപ്പ് ചെയ്തേക്കാമോ പെട്ടെന്ന്? താങ്ക് യു വെരി മച്ച്. സൂപ്പർ, കൊള്ളാം, വളരെ വേഗതയില്. അപ്പം ഇടയ്ക്കിടയ്ക്കൊക്കെ നിങ്ങൾക്ക് ഞാൻ പറയുന്ന എന്തെങ്കിലുമൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇത്തിരി സെറട്ടോണിനും ഡോപ്പമിനും ഒക്കെ തരണം എന്ന് ഞാൻ ഒത്തിരി സ്നേഹത്തോടുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പൊ സാധാരണ നമ്മൾ കേട്ടിട്ടുണ്ട് എന്ത്? IQ. നമ്മുടെ എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുള്ള സംഭവമാണ് IQ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവമാണ്. ഇന്റലിജൻസ് കോഷ്യൻസ്. അപ്പം അതുപോലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറൊരു സംഭവമാണ് ഇമോഷണൽ കോഷ്യൻസ്. നമ്മുടെ ഇമോഷൻസിനെ കറക്റ്റ് ആയിട്ട് റെഗുലേറ്റ് ചെയ്യാനുള്ള കഴിവ്. ഇമോഷണൽ കോഷ്യൻസ് രണ്ടും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡാനിയൽ ഗോൾമാൻ ആണ് ഇമോഷണൽ കോഷ്യൻസിന്റെ തിയറി കൊണ്ടുവന്നത്. ഹോവാർഡ് ഗാർഡിനർ മൾട്ടിപ്പിൾ ഇന്റലിജൻസിന്റെ തിയറി. ഇവർ രണ്ടുപേരുമല്ല, ചരിത്രാതീത കാലം മുതൽ തന്നെ ചിന്തിക്കുന്ന മനുഷ്യര് ഈ 2 വൈഭവങ്ങളെ പറ്റിയും പറയുന്നുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഇന്നത്തെ നമ്മുടെ ദിവസം 20 ക്വസ്റ്റ്യൻസ് 20 ക്വസ്റ്റ്യൻസ് വളരെ വേഗതയിൽ ഒന്ന് കാണാനായിട്ട് പരിശ്രമിക്കുകയാണ്. നമ്മുടെ മക്കളിൽ നമ്മൾ വളർത്തിയെടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 20 ക്വസ്റ്റ്യൻസിനകത്തൂടെ നമ്മൾ കടന്നു പോവുകയാണ്. നമ്മുടെ പേരന്റിങ്ങിന്റെ ഡേ 3യിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. വളരെ സ്നേഹപൂർവ്വം നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ വിലയേറിയ മണിക്കൂറുകൾ ഈ ദിവസം തന്നതിന് ഒത്തിരി സ്നേഹപൂർവ്വം നന്ദി പറയുകയാണ്. ക്രിയേറ്റീവ് പേരന്റിംഗ് ഡേ 3 ക്വസ്റ്റ്യൻസ്. വിവിധ തരം ക്വസ്റ്റ്യൻസിനെ പറ്റിയുള്ള ഒരു ചിന്തയാണ്. എന്താണ് ക്വസ്റ്റ്യൻസ്? ക്വസ്റ്റ്യൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള സംഭവമാണ്. നമ്മുടെ നൈപുണികളെയാണ് ക്വസ്റ്റ്യൻസ് എന്ന് വിളിക്കുന്നത്. നൈപുണികളാണ് ക്വസ്റ്റ്യൻസ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് IQ. ബിനറ്റ് എന്ന് പറയുന്ന ഒരു സൈക്കോളജിസ്റ്റ് ആണ് ഈ IQ എന്ന് പറയുന്ന സംഭവം ഡെവലപ്പ് ചെയ്തത്. ആദ്യത്തെ IQ ടെസ്റ്റ് ഡെവലപ്പ് ചെയ്തു. അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തും ഉണ്ടായിരുന്നു കൂടെ. അപ്പം ഇന്റലിജൻസ് കോഷ്യൻസ്, അതായത് ഒരു കുട്ടിക്ക് അവന്റെ പ്രായത്തിനനുസരിച്ചുള്ള ബുദ്ധിയാണോ, പ്രായത്തിൽ കവിഞ്ഞ ബുദ്ധിയാണോ, പ്രായത്തിൽ കുറഞ്ഞ ബുദ്ധിയാണോ എന്ന് നോക്കുകയാണ് ബിനറ്റ് ചെയ്തത്. അപ്പൊ നമ്മുടെ കുഞ്ഞു മക്കൾക്ക് എല്ലാവർക്കും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ബുദ്ധി ഉണ്ടാകണം. IQ ഇന്റലിജൻസ് കോഷ്യൻസ് ഉണ്ടാകണം. ജന്മനാ തന്നെ അത് അവർക്കുണ്ട്. പക്ഷേ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന നല്ല പേരന്റിങ്ങിലൂടെ അവരുടെ ചിന്താശേഷിയും അവരുടെ ഇൻഫർ ചെയ്യാനുള്ള ശേഷിയും നിരീക്ഷിക്കാനുള്ള ശേഷിയും ഓരോ അനുഭവങ്ങളിൽ പഠിക്കാനുള്ള ശേഷിയും ഒക്കെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. കാര്യകാരണ സഹിതം കുഞ്ഞുമക്കൾക്കെല്ലാം പറഞ്ഞു കൊടുക്കണം. ഇത് വളരെ ലളിതമായിട്ട് IQ-നെ പറ്റി അത്ര എനിക്ക് പറയാനായിട്ടുള്ളൂ. രണ്ടാമത്തേത് വൈകാരിക ബുദ്ധി. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഹസ്ബൻഡ് വൈകുന്നേരം താമസിച്ചു വരുവാണേ, ഭാര്യ ചോദിക്കുക ഇതുവരെ അവിടെ പോയി കിടന്നു. എന്താ വൈകിയതെന്നാണ് ചോദിച്ചത്, പക്ഷെ ഭാഷ മോശമായി പോയി. ഇതുവരെ എവിടെ പോയി കിടന്നു? ഭർത്താവ് പറയുകയാണ് എന്റെ ക്രെഡിബിലിറ്റി, എന്റെ വിശ്വസ്തത, എന്റെ വിശ്വാസ്യതയെ അവള് സംശയിക്കുന്നു. ഇനി ഞാൻ ഈ സ്ത്രീയുടെ കൂടെ ജീവിക്കില്ല എന്ന് പറഞ്ഞ് പുള്ളി പിണങ്ങി പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ചെറിയ കാര്യമാണ്, വളരെ ചെറിയ കാര്യമായിട്ട് നമുക്ക് തോന്നിയേക്കാം. പക്ഷെ ഹസ്ബൻഡ് അത് വളരെ ഗൗരവമുള്ള കാര്യമായിട്ടാണ് എടുത്തത്. വളരെ ഗൗരവമുള്ള കാര്യമായിട്ട് പുള്ളി അത് എടുത്തു. അപ്പം അത് ഒരു എന്താ ചേട്ടാ വൈകിയതെന്ന് ചോദിക്കുന്നതിന് പകരം ഇതുവരെ എവിടെ പോയി കിടന്നു എന്ന് ചോദിച്ചു പോയി. നല്ല ഒരു EQ ഉള്ള ഒരു വൈഫാണെങ്കിലേ ഹസ്ബൻഡിനെ താമസിച്ചതിന് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാകും എന്ന് ആദ്യം ചിന്തിക്കും. എന്നിട്ട് ഹസ്ബൻഡ് വരുമ്പം പുഞ്ചിരിയോടെ വാതിൽ തുറന്നിട്ട് അദ്ദേഹം വന്ന് ഇരിക്കാൻ പറയും. അദ്ദേഹത്തോട് പറയും ചേട്ടാ ഇട്ട കോഫി തണുത്തു, ഞാൻ ഒരു ചൂട് കാപ്പി എടുക്കാം, അതോ തണുത്ത ലൈം എങ്ങാനും വേണോ എന്നൊന്ന് ചോദിക്കുന്നു. ഉടനെ പുള്ളിക്കാരൻ പറയുവാണ് ഒരു കാപ്പി തന്നെ ആയിക്കോട്ടെ പ്ലീസ്. പെട്ടെന്ന് പോയി ഒരു കാപ്പി ഇട്ടോണ്ട് വരുന്നു, ഹസ്ബൻഡിന്റെ അടുത്ത് കൊടുക്കുന്നു. എന്നിട്ട് സ്നേഹത്തോടെ ചോദിക്കുവാണ് എന്താ ഇന്ന് ഒത്തിരി വർക്ക് കൂടുതലായിരുന്നോ, താമസിച്ചു പോയല്ലോ, എന്ത് പറ്റി, ഓവർ ജോലിയായിരുന്നോ ചേട്ടാ? ഉടനെ പുള്ളി പറയുവാണ് നിന്റെ കാലിലെ വെരിക്കോസ് വെയിൻ ഇല്ലേ,
അതിന് ഒരു മരുന്ന് വാങ്ങാൻ ഞാൻ ഓഫീസിൽ നിന്ന് 20 കിലോമീറ്റർ ബൈക്ക് ഓടിച്ചു പോയി മരുന്ന് മേടിച്ചോണ്ട് വരികയാണ്. എത്ര സ്നേഹമുള്ളവരെ, എത്ര സിമ്പിൾ ആയിട്ട്, എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അത് പോയത്. വൈകാരിക ബുദ്ധി വളരെ ഇമ്പോർട്ടന്റ് ആണ്. ചെറിയ സംഭവമല്ല വൈകാരിക ബുദ്ധി. ഒരിക്കല് നല്ല ഒരു പ്രൊഫഷണൽ, ഒരു IT പ്രൊഫഷണല്, അദ്ദേഹം ഒരിക്കല് വീട്ടില് ഇരുന്ന് അദ്ദേഹം എന്ത് ചെയ്യുകയാണ്, താങ്ക് യു വെരി മച്ച്, എല്ലാരും എനിക്ക് സെറട്ടോണിനും ഡോപ്പമിനും ഒക്കെ തരുന്നതിന് സ്പെഷ്യൽ താങ്ക്സ് കേട്ടോ. അതോടൊപ്പം നിങ്ങള് ഈ 20 കോഷൻസിനെ പറ്റി പഠിക്കാൻ നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഒന്ന് ക്ഷണിക്കുകയും കൂടെ ചെയ്താൽ എനിക്ക് സന്തോഷമാകും കേട്ടോ. താങ്ക് യു വെരി മച്ച്. കൂടുതൽ പേര് വന്ന് ഇത് കേട്ട് അതിന്റെ ആ ഒരു ബെനിഫിറ്റ് എടുക്കട്ടെ. സാരമില്ല പോട്ടെ എന്നൊക്കെ പറയുന്നത് ഇമോഷണൽ കോഷൻസിന്റെ അടയാളമാണ്. കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് പൊട്ടിത്തെറിക്കുന്നതിന് പകരം സാരമില്ല പോട്ടെ. കുഞ്ഞുങ്ങളുടെ അടുത്തൊക്കെ പറയണം, പപ്പയും പണ്ട് തോറ്റിട്ടുണ്ട്, അമ്മയും പണ്ട് തോറ്റിട്ടുണ്ട്. ഇപ്പൊ ശരീരമൊക്കെ ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരുമ്പം നമ്മുടെ കുഞ്ഞുങ്ങളുടെ അടുത്ത് നമ്മൾ പറയണം, പേടിക്കണ്ട, അച്ഛനും ഈ പ്രത്യേകതകൾ വന്നിട്ടുണ്ട്, അമ്മയ്ക്കും ഈ പ്രത്യേകതകൾ വന്നിട്ടുണ്ട്. കുട്ടികളെ ഒന്ന് എന്താണ് അവരെ ആ ഒരു സെക്യൂരിറ്റി ഫീലിംഗ്, അവർക്കൊരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു ട്രാങ്ക്വിലിറ്റി കൊടുക്കാനുള്ള പരമപ്രധാനമായ മാർഗങ്ങളാണ് ഇതെല്ലാം. അപ്പം IT പ്രൊഫഷണല് വലിയൊരു പ്രോജക്റ്റിന് വേണ്ടി രാത്രിയിൽ ഉറക്കം ഉളച്ച് 2 മണി വരെ പ്രോജക്ട് പ്രൊപ്പോസൽ തയ്യാറാക്കി. എന്നിട്ട് അതിരാവിലെ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് അദ്ദേഹം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുക. അപ്പം കൊച്ചു മോൾ അടുത്തിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന കൂട്ടത്തിൽ കൈ തട്ടി അവളുടെ കോഫി അദ്ദേഹത്തിന്റെ ദേഹത്ത്, ഉടുപ്പയിലും പാൻസിലും എല്ലാം കൂടെ വീണു. പുള്ളി ഷൗട്ട് ചെയ്ത് പൊട്ടിത്തെറിച്ചപ്പോ കൊച്ചു പെങ്കൊച്ച് കരയാൻ തുടങ്ങി. കൊച്ചു പെങ്കൊച്ച് കരയാൻ വേണ്ടി തുടങ്ങിയപ്പോ കോഫി അവിടെ കൊണ്ട് വെച്ച വൈഫിനോട് പൊട്ടിത്തെറിച്ചു. വൈഫും ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടു. ഏറ്റവും പ്രിയപ്പെട്ടവരെ, എന്ത് സംഭവിച്ചെന്നറിയാമോ? ആകെ അങ്ങ് അലങ്കോലമായ ഈ സാഹചര്യങ്ങൾ. പുള്ളി പെട്ടെന്ന് പോയി ഡ്രസ്സൊക്കെ മാറി വേറെ ഡ്രസ്സൊക്കെ ഇട്ട് വന്നിട്ടും കൊച്ചു കരഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ അവളെ നിർബന്ധിച്ചു കൊണ്ടുപോയി ഡ്രസ്സ് മാറ്റാൻ വേണ്ടി കൊണ്ടുപോകേണ്ടതായിട്ട് വന്നു. വൈഫിന് നേരത്തെ പോകണം, അതുകൊണ്ട് വൈഫ് പെട്ടെന്ന് എന്ത് ചെയ്തു, ഒരുങ്ങിപ്പോയി. അപ്പൊ അദ്ദേഹം പെട്ടെന്ന് എന്ത് ചെയ്യുകയാണ്, വളരെ വേഗതയിൽ അദ്ദേഹം കൊച്ചിനെ ഒരുക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷെ അപ്പോഴത്തേക്ക് സ്കൂൾ ബസ് പോയി. ഇനി അവളുടെ സ്കൂളിൽ കാർ ഓടിച്ചു കൊണ്ടുപോകണം. അപ്പൊ സ്പീഡിന് കാർ ഓടിച്ചു പോകുന്ന വഴിയിൽ എന്തോ പറ്റി, സ്പീഡ് കൂടിപ്പോയതിന് പോലീസുകാരൻ പിടിച്ച് ഷൗട്ട് ചെയ്തു, ഫൈൻ അടിച്ചു. അപ്പൊ അത് കഴിഞ്ഞ് സ്കൂളിലോട്ട് കൊണ്ട് ഇറക്കിയപ്പോഴോ കൊച്ചൊരു ടാറ്റ പോലും പറയാതെ പിണക്കത്തിന്റെ മുഖഭാവത്തോടു കൂടെ സ്കൂളിലോട്ട് കയറി. വളരെ വേഗതയിൽ കാർ ഓടിച്ച് പുള്ളിയുടെ IT പാർക്കിൽ ചെന്ന് കഴിഞ്ഞ് പുറത്തെ ഡോറ് തുറന്നപ്പം അവിടെ എന്തില്ല, ലാപ്ടോപ്പ് ഇല്ല. രാവിലെ വഴക്കിന്റെയും വെള്ളത്തിന്റെയും ഒക്കെ ഇടയ്ക്ക് ലാപ്ടോപ്പ് എടുക്കാൻ മറന്നുപോയി. ഇനി വീട്ടിൽ പോയി ലാപ്ടോപ്പ് എടുത്തോണ്ട് വരാൻ സമയവും ഇല്ല. പ്രോജക്റ്റ് പ്രസന്റേഷൻ ഒന്നും ഇല്ലാതെ സ്പോണ്ടേനിയസ് ആയിട്ട് പറയേണ്ടതായിട്ട് വന്നു. 25 crore ഒരു പ്രോജക്റ്റ് നഷ്ടപ്പെട്ടു പോയി, കിട്ടിയില്ല, പാസ്സായില്ല. ക്ലയന്റ് പ്രോജക്റ്റ് കൊടുക്കാതെ പോയി അദ്ദേഹത്തെ ഡീപ്രൊമോട്ട് ചെയ്തു. അപ്പൊ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ ഭക്ഷണം കൊണ്ടുവന്നിട്ടില്ല, തിരക്കിനിടയ്ക്ക് ഭക്ഷണം എടുത്തിട്ടില്ല, ക്യാൻറ്റീനിൽ പോയി കഴിച്ചെന്ന് വരുത്തി. എങ്ങനെങ്കിലും സമയം ബോറടിപ്പിച്ച് വൈകുന്നേരം വരെ കൊന്ന് ഭയങ്കര അസ്വസ്ഥതയോടുകൂടെ കാർ ഓടിച്ച് വീട്ടിലോട്ട് വന്നു കഴിഞ്ഞപ്പോ എന്താണ്, സ്കൂളിൽ നിന്ന് വന്ന അതേ യൂണിഫോമിൽ കരഞ്ഞ് കട്ടിലെ കിടന്ന് ഉറങ്ങുന്നു മകൾ. ഇനി വൈഫും കരഞ്ഞ് പുള്ളിക്കാരിയും കട്ടിലയിൽ കിടക്കുവാണ്. ഈ ദിവസം എല്ലാം കുളമാക്കിയത് ഈ കൊച്ചു പെങ്കൊച്ചല്ലേ. വല്ല കാര്യം ഉണ്ടായിരുന്നു അവൾക്ക് ആ കോഫി ഒന്ന് തട്ടി മറിച്ചിടാൻ? ഡു യു എഗ്രി വിത്ത് മീ? നിങ്ങൾ ചാറ്റിൽ ഒരു കമന്റ് ഇട്ടോളൂ. രാജരശ്മി തംസ് ഡൗൺ പറഞ്ഞു, സ്മൃതിയും ശാലിനി എല്ലാം തംസ് ഡൗൺ ആണ് പറഞ്ഞത്. നോ 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 നോ, ഈ ദിവസം എല്ലാം കുളമാക്കിയത് ഈ കൊച്ചു പെങ്കൊച്ചും കോഫി ഒന്നും അല്ല, ഈ ഹസ്ബൻഡ് ആണ് എല്ലാം കുളമാക്കിയത്. കാരണം കോഫിയൊക്കെ ഇങ്ങനെ വീണപ്പം ഉടുപ്പും പാന്റും ഒക്കെ അഴുക്കായി. പക്ഷെ വേറെ ഉടുപ്പും പാന്റും അലമാരയിൽ ഇരിപ്പുണ്ടല്ലോ. അദ്ദേഹം ഒരു പുഞ്ചിരിയോടുകൂടെ പെങ്കൊച്ചിനെ നോക്കി പറയുക, ആഹാ, എന്റെ വെള്ള ഷർട്ടിനെ ഡിസൈൻ ഷർട്ടാക്കിയല്ലോ മോള് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു തമാശ പറഞ്ഞ് സ്നേഹത്തോടെ നോക്കി ഒരു പുഞ്ചിരി. ഉടനെ കൊച്ചു പെങ്കൊച്ച് കഴിച്ചോണ്ടിരുന്ന ആ സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റ് വന്ന് സോറി പപ്പ എന്ന് പറഞ്ഞ് ചെല്ലയ്ക്ക് ഒരു ഉമ്മ. ഇത് കണ്ട് മാറി നിന്ന് അപ്പുറത്ത് നിൽക്കുന്ന ഹസ്ബൻഡ്, എന്റെ വൈഫ് ദീപ്തി ഇതൊക്കെ കേട്ട് ചിരിക്കുന്നു കേട്ടോ. ഈ മാറി നിൽക്കുന്ന വൈഫ് ഇതൊക്കെ കണ്ടോണ്ട് എന്ത് ചെയ്യുവാണ്, പുള്ളിക്കാരി പറയുക, ഓ 1000-ൽ ഒരുവനെന്ന്. ഇങ്ങനൊരു അവസ്ഥയായിരുന്നു യഥാർത്ഥത്തിൽ സംഭവിക്കേണ്ടിയിരുന്നത്. പക്ഷെ പെട്ടെന്ന് ദേഷ്യം വന്നു, ഇമോഷണൽ കോഷ്യൻസ് ഇല്ല.
എന്തില്ല? ഇമോഷണൽ കോഷ്യൻസ് ഇല്ല. കൂടുതൽ ഞാൻ വിശദീകരിക്കുന്നില്ല, നിങ്ങൾക്ക് കാര്യം മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പൊ അടുത്തത് സോഷ്യൽ കോഷ്യൻസ്. പ്രിയപ്പെട്ടവരെ, ഇപ്പൊ നമ്മുടെ വീടുകളിലൊക്കെ കാണുന്ന എന്തുവാ? ആരെങ്കിലും ഗസ്റ്റ് എങ്ങാനും വന്നാൽ പിള്ളേരെല്ലാം അവരവരുടെ മുറിയിലോട്ട് പോയി കഥ അടച്ചിരിക്കും, ആരും ഇറങ്ങി വരത്തില്ല. പൊതുവെ കാണുന്ന ഒരു കാര്യമാണിത്. നിങ്ങളുടെ വീട്ടിൽ ഇത് ആപ്ലിക്കബിൾ ആണോ എന്ന് എനിക്കറിയില്ല. കുറെ പേര് തംസപ്പ് ഇട്ട് എന്നോട് എഗ്രി ചെയ്തു. പൊതുവെ കുട്ടികൾക്ക് ഇറങ്ങി വരാന് താല്പര്യമില്ല, മറ്റുള്ളവരോട് മിണ്ടാൻ താല്പര്യമില്ല. ഞാൻ ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് ചോദിച്ചോട്ടെ. ഈ കോവിഡിന് ശേഷം നമ്മുടെ പിള്ളേരുടെ വായില് വാക്ക് വരുന്നില്ല, സംസാരിക്കാൻ അവർക്ക് പറ്റുന്നില്ല, വാക്കുകൾ വരുന്നില്ല. അങ്ങനെ ഒരു കാര്യം നിങ്ങൾ ഒബ്സർവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഇഷ്ടപ്പെടണം. ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു വെരി മച്ച്. അപ്പം അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ടീച്ചേഴ്സ് കുറെ പേരുണ്ടെന്ന് ഞാൻ കരുതുന്നു. ഇപ്പൊ പിള്ളേർ ഉത്തരം ചോദിച്ചാൽ പറയും, പക്ഷെ പരീക്ഷ പേപ്പറിൽ ഒന്നുമില്ല. അങ്ങനെ ടീച്ചേഴ്സ് ഒന്ന് ഒരു തംസപ്പ് ഇടാമോ? ധാരാളം ടീച്ചേഴ്സ് ഉണ്ട്. എഡിസൺ ജെയിംസ്, ഓഡിയോ ഒന്ന് മ്യൂട്ട് ആക്കണം. എഡിസൺ ജെയിംസ് പ്ലീസ്. എഡിസൺ ജെയിംസ്, ഓഡിയോ ഒന്ന് മ്യൂട്ട് ആക്കണം പ്ലീസ്. അപ്പം ഞാൻ പറഞ്ഞത് മനസ്സിലായോ ഫ്രണ്ട്സ്? മനസ്സിലായോ? ഈ കോവിഡിന് ശേഷം പിള്ളേരെ എഴുതാൻ അവർക്ക് വയ്യ, പക്ഷെ ചില ഉത്തരങ്ങളൊക്കെ അവർക്ക് അറിയാം. അവർക്ക് ചിലപ്പോ പറഞ്ഞെന്നും ഇരിക്കും. അപ്പൊ പറയാനും എഴുതാനും ഒക്കെ ഉള്ള ആ ആശയവിനിമയ പാടവം എന്ത് ചെയ്തു പോയി? നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കുറഞ്ഞുപോയി. ഇനി ഞാൻ അടുത്ത ഒരു ചോദ്യം ചോദിക്കട്ടെ. ഏറ്റവും കൂടുതൽ കാശ് ഉണ്ടാക്കുന്നത് ആരൊക്കെയാണ്? ചാറ്റിൽ ഒന്ന് ടൈപ്പ് ചെയ്യാമോ? ചാറ്റിൽ ഒന്ന് ടൈപ്പ് ചെയ്യാമോ? ഏറ്റവും കൂടുതൽ തൊഴിൽപരമായി കാശ് കൂടുതൽ ഉണ്ടാക്കുന്നത്? ഓക്കെ, ഡേറ്റ അനാലിസിസ്, വെരി ഗുഡ്. അനലിസ്റ്റുകള്, വെരി ഗുഡ്. ഇനി ഡോക്ടേഴ്സ്, യൂട്യൂബേഴ്സ്, ഇൻഫ്ലുവൻസേഴ്സ്, മോട്ടിവേഷണൽ ട്രെയിനേഴ്സ്. ഇനി ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ളത് മ്യൂസീഷ്യൻസ്, സ്പോക്കൺ ഇംഗ്ലീഷ് ടീച്ചേഴ്സ്. നിങ്ങൾ പറഞ്ഞതെല്ലാം ശരിയാണ്. എന്നാലും ആക്ടേഴ്സ് നല്ല കമ്മ്യൂണിക്കേഷൻ ആണ്, ഫിലിം സ്റ്റാർസ്, ഇതല്ല. ഓക്കെ, എന്നാൽ ഏറ്റവും കൂടുതൽ കാശ് ഉണ്ടാക്കുന്നത് ആരാ? പൊളിറ്റീഷ്യൻസ് ആണെന്നാണ് തോന്നുന്നത് കേട്ടോ. നാക്കാണ് ആയുധം, നാവാണ് ആയുധം. ഏറ്റവും കൂടുതൽ കാശുണ്ടാക്കുന്ന വേറൊരു മേഖലയാണ് ആര്? ലോയേഴ്സ്. കമ്മ്യൂണിക്കേഷൻ ആണ്. നല്ല കരിയറുകളെല്ലാം നോക്കിക്കൊള്ളൂ. ഏറ്റവും വലിയ ഒരു ബിസിനസിന്റെ ഏറ്റവും വലിയ മാനേജറായിട്ട് വരുന്ന ആള്, അയാൾക്ക് സ്ട്രാറ്റജിക് പ്ലാനിങ് ഡെഫിനറ്റ് ആയിട്ട് ഉണ്ടാകും. നല്ല കമ്മ്യൂണിക്കേറ്റർ ആയിരിക്കും, നല്ല മോട്ടിവേറ്റർ ആയിരിക്കും. അതാണ് ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള ലീഡേഴ്സിന്റെ പ്രത്യേകത. ലീഡേഴ്സിനെ ശ്രദ്ധിച്ചോളൂ. ഏത് ലെവലിലുമുള്ള ലീഡേഴ്സിനെ ശ്രദ്ധിച്ചോളൂ. നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലായിരിക്കും. എങ്ങനെയാണ് ഇത് ഉണ്ടാകുന്നത്? ഒരേ ഒരു മാർഗമേ ഉള്ളൂ. വർത്തമാനം പറഞ്ഞു ആ സ്കില്ല് കൂടണം. നീന്തി ആ സ്കില്ല് കൂടണം. ടൈപ്പ് ചെയ്ത് ആ സ്കില്ല് കൂടണം. വേറെ ഷോർട്ട് കട്ട് ഇല്ല. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മറ്റുള്ളവരുമായിട്ട് മിങ്കിള് ചെയ്യാൻ ശ്രദ്ധാപൂർവം അവസരം ഒരുക്കണം. ക്യാമ്പുകൾക്കൊക്കെ വിടണം, ക്ലാസ്സുകൾക്ക് ക്യാമ്പുകൾക്ക് ഒക്കെ വിടണം. പിന്നെ മക്കളെ സ്വീകരിക്കുന്നത് നല്ല ഒരു സ്ട്രാറ്റജിയാണ്. ഞങ്ങൾക്ക് 4 മക്കളുണ്ട്. എൻ്റെ വൈഫ് ദീപ്തിക്ക് ഒരു അനിയത്തി ഉണ്ട്, ദർശന എന്നാണ് പേര്. എഞ്ചിനീയർ ആണ്, ഹസ്ബൻഡും എഞ്ചിനീയർ ആണ്. അവർക്ക് 5 മക്കളുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പ്രിയപ്പെട്ടവരെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കൂടുതൽ മക്കളുണ്ടെങ്കിൽ ആശയവിനിമയം കൂടും. അപ്പൂപ്പനും അമ്മൂമ്മയും ഉണ്ടെങ്കിൽ ആശയവിനിമയം കൂടും. പള്ളി, അമ്പലം, മോസ്ക്, അതുമായിട്ടൊക്കെ കുട്ടികളെ കണക്ട് ചെയ്തോളൂ. ആശയവിനിമയം കൂടും. ഒത്തിരി കേൾക്കുമ്പം നന്നായിട്ട് സംസാരിക്കാൻ പറ്റും. തമിഴ്നാട്ടുകാർക്ക് പഴം എന്ന് വരത്തില്ല, പഴം എന്നേ വരും. കേരളത്തിലെ ഒരു കുട്ടിക്കും ഈ രായയുടെ പ്രോബ്ലം ഇല്ല. തമിഴ്നാട്ടിലെ എല്ലാവർക്കും രായയുടെ പ്രോബ്ലം ഉണ്ട്. കാരണം എന്താണെന്ന് നിങ്ങൾ ചാറ്റിൽ ഒന്ന് ടൈപ്പ് ചെയ്യാമോ? കേരളത്തിലെ കുട്ടി ജനിച്ച സമയം മുതലേ പഴം എന്ന് കേട്ടോണ്ടിരിക്കുവാണ്. അപ്പൊ പഴം എന്ന് പറയാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. തമിഴ്നാട്ടിലെ കുട്ടി ഴ എന്ന് പറയുന്ന ശബ്ദം കേട്ടിട്ടേ ഇല്ല.
അതുകൊണ്ട് ആ കുട്ടിക്ക് പഴമെന്ന് പറയാൻ വരത്തില്ല, വരത്തില്ല. പകരം അതിനോട് സമാനമായ പളം എന്നൊക്കെ പറഞ്ഞു പോവും അറിയാതെ. ഇപ്പൊ കൂടുതൽ കേൾവിയിൽ നിന്നാണ് സംസാരം, വായനയിൽ നിന്ന് പിന്നെ എഴുത്തും. നന്നായിട്ട് കേൾക്കുക, സംസാരിക്കുക, വായിക്കുക, എഴുതുക. ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ഓർഡർ ഭാഷ വികസിക്കുന്നതിന്റെ. അപ്പൊ സംസാരത്തിനൊക്കെ ഉള്ള ഒത്തിരി അവസരങ്ങൾ ഉണ്ടാക്കണം. ഇപ്പൊ മാർക്കറ്റ് ട്രെയിനിങ് കോളേജ് 60 അവറിന്റെ ഒരു ട്രെയിനിങ് പ്രോഗ്രാം 20-ാം തീയതി ആരംഭിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം കുട്ടികളെ എല്ലാം പ്രസംഗിക്കാൻ പഠിപ്പിക്കുക എന്നുള്ളതാണ്. അവരെ പ്രസംഗിക്കാൻ പഠിപ്പിക്കുക, നന്നായിട്ട് ആശയവിനിമയം ചെയ്യാൻ പഠിപ്പിക്കുക. അപ്പൊ ഞാനൊരു കുഞ്ഞു പ്രസംഗിക്കാം. ഇപ്പൊ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കേട്ടോ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ജീവിത വിജയം. തോമസ് ആൽവ എഡിസൺ പറഞ്ഞു, ജീവിത വിജയം 99% മറ്റ് ഘടകങ്ങൾ. കഠിനാധ്വാനം ചെയ്താൽ നമ്മൾ വിജയിക്കുക തന്നെ ചെയ്യും. കഠിനാധ്വാനം ചെയ്യാൻ ഞാൻ തയ്യാർ, നിങ്ങളോ? സിമ്പിൾ ആയിട്ടുള്ള കുഞ്ഞൊരു സ്പീച്ചാണിത്, വളരെ ലളിതമായ സ്പീച്ച്. നമ്മുടെ കുഞ്ഞു മക്കളെ ഇങ്ങനെയുള്ള സ്പീച്ചസ് പഠിപ്പിക്കണം. നൃത്തം പോലെയാണിത്. എന്തെല്ലാം സ്കിൽസ് ആണ് ഒരുമിച്ച് വരുന്നതെന്ന് നോക്കിക്കേ. ഐഡിയാസ് മെമ്മറൈസ് ചെയ്യണം. ഒരു ഐഡിയ കഴിഞ്ഞ അടുത്ത ഐഡിയ കറക്റ്റ് ആയിട്ട് വരണം. പിന്നെ മുഖഭാവം വേണം, കൈ വരണം, കണ്ണ് തിളങ്ങണം. എന്തെല്ലാം കാര്യങ്ങളാണ്. ശരീരം മുഴുവൻ ചലിക്കണം. ഞാൻ ഒരു കുഞ്ഞു പ്രസംഗം കൂടെ പ്രസംഗിച്ച് കേൾപ്പിക്കാം, ശ്രദ്ധിച്ചോളൂ. ഏറ്റവും പ്രിയപ്പെട്ട എന്റെ കൂട്ടുകാരെ, ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് പ്രാർത്ഥനയെ പറ്റിയാണ്. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി പറഞ്ഞു, പ്രാർത്ഥന എന്റെ ജീവശ്വാസം. പ്രാർത്ഥിച്ചില്ലായിരുന്നെങ്കിൽ എനിക്ക് ഭ്രാന്ത് പിടിച്ചു പോകുമായിരുന്നു എന്ന് പറഞ്ഞത് ആരാണ്? മഹാത്മാഗാന്ധി തന്നെ. പ്രഭാതത്തിന്റെ താക്കോലാണ് പ്രാർത്ഥന, രാത്രിയുടെ ഓടാമ്പലാണ് പ്രാർത്ഥന. ആരാണത് പറഞ്ഞത്? അതും മഹാത്മാഗാന്ധി. പ്രാർത്ഥന ശക്തിയാണ്. കൂടുതൽ പ്രാർത്ഥന, കൂടുതൽ ശക്തി. പ്രാർത്ഥന ഇല്ലെങ്കിലോ ശക്തിയില്ല. പ്രാർത്ഥിച്ച് ജീവിക്കാൻ ഞാൻ തയ്യാർ, നിങ്ങളോ? നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ടവർ, ഇത് രണ്ടാമതൊരു കുഞ്ഞു പ്രസംഗമാണ്. സിമ്പിൾ ആയിട്ടുള്ള കുഞ്ഞു പ്രസംഗം. നമ്മുടെ മക്കളെ ഇങ്ങനെയുള്ള കുഞ്ഞു പ്രസംഗങ്ങളെ പഠിപ്പിക്കണം. എന്തെല്ലാം സ്കിൽസ് ആണ് ഒരുമിച്ച് ബ്ലെൻഡ് ആകുന്നത്. തറപ്പിച്ച് പറയാനുള്ള കഴിവ്, കൈ എടുക്കാനുള്ള കഴിവ്, ഐ കോണ്ടാക്ട് സൂക്ഷിക്കാനുള്ള കഴിവ്, ജസ്റ്റേഴ്സ്, മുഖഭാവങ്ങൾ, ടോട്ടൽ പേഴ്സണാലിറ്റി പുറത്തെടുക്കുന്നു, നല്ല വാക്കുകൾ കൊണ്ടുവരുന്നു. എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഒരുമിച്ച് ചെയ്യും. എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ഒരുമിച്ച് ചെയ്യും. പവർഫുൾ ആണ് കമ്മ്യൂണിക്കേഷൻ. സോഷ്യൽ കോഷ്യൻസ് കുട്ടികളിൽ ഡെവലപ്പ് ചെയ്യണം. അവരെ സമൂഹത്തിൽ കൊണ്ടുവയ്ക്കണം. ഞാൻ വളരെ കൗതുകരമായ ഒരു റിസർച്ച് വായിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു കൂട്ടം കൊച്ചു കുട്ടികളെ, വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള കുട്ടികളെ, ഭാഷ അറിയത്തില്ല, കൊച്ചു കുട്ടികളെ ഒരുമിച്ച് ഇരുത്തി മുറിക്കകത്തിട്ടിട്ട് മാതാപിതാക്കള് കഥയൊക്കെ അടച്ച് ഒരു ക്യാമറയിലൂടെ അവരെ നിരീക്ഷിച്ചു. അത്ഭുതം എന്ന് പറയട്ടെ, ഈ ഭാഷ അറിയാത്ത കുട്ടികള് കൈയൊടനോ ആംഗ്യമോ ഒക്കെ കാണിച്ച് അവരവിടെ ഇരിക്കുന്ന ടോയ്സ് എല്ലാം എടുത്ത് കളിക്കുന്നു, അവര് മിണ്ടുന്നു, കൂട്ടുകൂടുന്നു. ഭയങ്കര പരിപാടികളാണ്, ഭയങ്കര പരിപാടികൾ. എന്താണെന്നറിയോ? ഈ സ്വഭാവത്താൽ തന്നെ, ബൈ നേച്ചർ, ജന്മനാ തന്നെ എല്ലാ കൊച്ചു കുട്ടികൾക്കും, എല്ലാ കുട്ടികൾക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു സ്കില്ലുണ്ട്. അതിന് അവസരം കൊടുത്താൽ മതി. ആ സ്കിൽസ് എല്ലാം ഡെവലപ്പ് ചെയ്യും. മൂന്നാമത്തെ കോഷ്യൻസ് സോഷ്യൽ കോഷ്യൻസ് ആണ്. അപ്പൊ നാലാമത്തത് ശ്രദ്ധിച്ചോളൂ, അഡ്വേഴ്സിറ്റി കോഷ്യൻസ്. എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായാൽ, ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായാൽ ചിലർ അന്നേരെ തളർന്നു വീണു പോകും. ഒരു പട്ടി കടിക്കാൻ വേണ്ടി ഓടി വന്നാൽ മാണ്ട് ബോധം കെട്ട് തറ വീഴും. പട്ടി ഇഷ്ടം പോലെ വന്ന് കടിച്ചിട്ട് പോകും. നിങ്ങൾക്കറിയാമോ, സ്നേക്ക് ബൈറ്റ്, പകുതിയിൽ കൂടുതൽ മരണം ഫിയർ കൊണ്ടുണ്ടാകുന്നതാണ്, പോയിസണിങ് കൊണ്ടുണ്ടാകുന്നതല്ല. നമ്മുടെ സിസ്റ്റം മുഴുവൻ ഡൗൺ ആയി നമ്മൾ മൊത്തം നിർജീവമായി പോകുന്നത് കൊണ്ടാണ് പോയിസണിങ് കൊണ്ട് ഇത്രയും മരണം ഉണ്ടാകുന്നത്. വെറുതെ ഞാൻ പറഞ്ഞതല്ല, റിസർച്ചുകൾ തെളിയിച്ച കാര്യം മാത്രം പറഞ്ഞതേ ഉള്ളൂ. ശരിക്കും ഒരു സ്നേക്ക് ബൈറ്റ് ഉണ്ടാകുമ്പം സ്റ്റേൺ ആയിട്ട്, കോൺഫിഡന്റ് ആയിട്ട് അതിനെ ഫേസ് ചെയ്യാനും, അതിന്റെ മുകളിൽ ഒരു കെട്ടുക, ആ ഭാഗം എന്ത് ചെയ്യുക, കാത്തു പിടിക്കുക, അവിടുത്തെ ബ്ലഡ്
മുകളിലോട്ട് കയറാതെ ആ കടി കൊണ്ട ഭാഗം താത്തു പിടിക്കുക, അതിന്റെ മുകളിലെ ഭാഗം കെട്ടുക, എത്രയും പെട്ടെന്ന് ആശുപത്രിയിലോട്ട് കൊണ്ടുപോകാൻ നമ്മുടെ പ്രിയപ്പെട്ടവരോട് പറയുക. ഇത്രയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ രക്ഷപ്പെടും. പക്ഷെ അതിനു മുമ്പേ നമ്മള് ഇമോഷണലി നമ്മൾ എന്തായി? ഡൗൺ ആയി. ചാടുന്നതിന് മുമ്പേ തന്നെ ചാട്ടം പിഴച്ചുപോയി എന്ന് അത്ലീറ്റ്സ് പറയാറുണ്ട്. ചാടിയപ്പോഴല്ല ചാട്ടം പിഴച്ചത്, അതിനു മുമ്പേ ചാട്ടം പിഴച്ചു. കാരണം അതിന് തൊട്ടു മുമ്പ് ചാടിയ ആളിന്റെ ചാട്ടം കണ്ട് കോരിത്തരിച്ചു പോയി, പിന്നെ ചാടാൻ തോന്നുന്നില്ല. ഇതാണ് ഒരു പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടാകുമ്പം നമ്മൾ ഡൗൺ ആയി പോയാൽ നമുക്ക് അതിനകത്തുനിന്ന് ഒരു കാര്യം ഉണ്ടാവത്തില്ല. നമ്മുടെ കുഞ്ഞിന്റെ കൈ മുറിഞ്ഞു, ഇത് കണ്ട് അമ്മ ബോധം കെട്ടങ്ങ് വീണു, അപ്പുറത്ത് അച്ഛനും ബോധം കെട്ടങ്ങ് വീണു, കൊച്ചിന്റെ കയ്യിലെ ചോര വാർന്ന് കുഞ്ഞു മരിച്ചും പോയി. എങ്ങനെയുണ്ട് കഥ? നേരെ മറിച്ച് ഈ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനെ ഒന്ന് ഫേസ് ചെയ്യാൻ അച്ഛനും അമ്മയും കോൺഫിഡന്റ് ആയിട്ട് ഒന്ന് ട്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തോ സംഭവിക്കും? വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കൊച്ചിനെ എങ്ങോട്ട് കൊണ്ടുപോകാം? ആ പെട്ടെന്ന് എടുത്ത് ആശുപത്രി കൊണ്ടുപോയി നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു കഥാപാത്രം കളിക്കുന്നതിനിടയ്ക്ക് ഒരു മതിലിന്റെ മുകളിൽ നിന്ന് താഴോട്ട് ചാടി നാവിന്റെ അറ്റം അങ്ങ് മുറിഞ്ഞു തെറിച്ചു പോയി. കഥയല്ലത്, നടന്ന സംഭവം എന്റെ കുട്ടിക്കാലത്ത്. പക്ഷെ ആ കുട്ടിയുടെ, ജിജു എന്നാണ് പേര്, ആ കുട്ടിയുടെ പപ്പയുണ്ടല്ലോ, മിടുക്കനായ ഒരു അധ്യാപകനായിരുന്നു. അദ്ദേഹം പെട്ടെന്ന് കാറ് വിളിച്ച് ഈ കുട്ടിയെ കൊണ്ട് ആശുപത്രിയിൽ പോയി. മുറിഞ്ഞു പോയ നാവിന്റെ ആ പീസും ആശുപത്രി കൊണ്ടുപോയി. കൃത്യമായിട്ട് ഡോക്ടേഴ്സ് അത് എന്ത് ചെയ്തു? സർജറി ചെയ്ത് തുന്നിപ്പിടിപ്പിച്ച് കൃത്യമായിട്ട് സേവ് ചെയ്തു. അഡ്വേഴ്സിറ്റി കോഷ്യൻസ്, ഒരു പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടാകുമ്പം അടി പതറി പോകാതെ നിൽക്കുക. നമ്മൾ ഇന്റർവ്യൂവിന് ചെല്ലുക, അപ്പൊ ചോദിക്കുക എവിടാ പഠിച്ചത്? യൂണിവേഴ്സിറ്റി കോളേജ്. യൂണിവേഴ്സിറ്റി കോളേജോ? തനിക്ക് വേറെ എങ്ങും അഡ്മിഷൻ കിട്ടിയില്ലേ എന്ന് ഇന്റർവ്യൂവിന് ചോദിക്കുന്ന ആള് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പുഞ്ചിരിയോടുകൂടെ കാമായിട്ട്, യൂണിവേഴ്സിറ്റി കോളേജ് മോശമായ കോളേജ് അല്ല, നല്ല കോളേജാണ്, ഏറ്റവും പ്രതിഭാശാലിയായിട്ടുള്ള അധ്യാപകരാണ് അവിടെ പഠിപ്പിക്കുന്നത്, എന്ത് നല്ല അനുഭവങ്ങളൊക്കെ എനിക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടെന്ന് അറിയാമോ എന്നൊക്കെ പറഞ്ഞ് പ്രസാദത്തോടുകൂടെ തിരിച്ചു മറുപടി പറയുമ്പോൾ നമുക്ക് ഇന്റർവ്യൂവിൽ നമ്മൾ പാസ്സാവും. യഥാർത്ഥത്തിൽ ഒരു സൈക്കോളജിക്കൽ അറ്റംപ്റ്റ് നടത്തിയതാണ്. പെട്ടെന്നൊരു ഷോക്കിംഗ് സിറ്റുവേഷൻ ഉണ്ടായാൽ ഈ കാൻഡിഡേറ്റ് എംബാരസ്ഡ് ആയി പോകുമോ അതോ ധൈര്യത്തോടെ ആത്മവിശ്വാസത്തോടു കൂടെ പിടിച്ചു നിൽക്കുമോ എന്നറിയാൻ. അഡ്വേഴ്സിറ്റി കോഷ്യൻസ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോഷ്യൻസ് ആണ് സ്പിരിച്വൽ കോഷ്യൻസ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോഷ്യൻസ് ആണ് സ്പിരിച്വൽ കോഷ്യൻസ്. ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പം ദൈവത്തെ നോക്കാനുള്ള ഒരു ശക്തി, ഒരു വിൽ പവർ. ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പം ദൈവത്തെ നോക്കാനായിട്ടുള്ള ഒരു കഴിവ്. ചെറിയ സംഭവം അല്ലത്, വളരെ വലിയ സംഭവമാണ് സ്പിരിച്വൽ കോഷ്യൻസ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെറുപ്പില്ലാതെ ജീവിക്കാനുള്ള കഴിവ്, വെറുപ്പില്ലാതെ ജീവിക്കാനുള്ള കഴിവ്. ചെറിയ കഥയല്ലത്, ഒരു സൂപ്പർ സാധനമാണ്. വെറുപ്പില്ലാതെ ജീവിക്കാൻ കഴിയുന്നത്. വ്യത്യാസങ്ങളുള്ള ആളുകളുടെ കൂടെ ഇരിക്കുമ്പോൾ പോലും വ്യത്യാസങ്ങളെ വൈരുദ്ധ്യങ്ങളായിട്ട് കാണാതെ വ്യത്യാസങ്ങളെ സൗന്ദര്യമായിട്ട് കാണാനുള്ള കഴിവ്. ഇതൊക്കെയാണ് സ്പിരിച്വാലിറ്റി. സ്പിരിച്വൽ കോഷ്യൻസ് എല്ലാ മതങ്ങളിലും ഭയങ്കര ഉത്തമമായ അംശങ്ങളുണ്ട്. അതൊക്കെ സ്വീകരിക്കാനും സ്വാംശീകരിക്കാനും ഒക്കെ ഉള്ള കഴിവ്. വെറുക്കാതിരിക്കാൻ, എല്ലാവരെയും സ്നേഹിക്കാൻ, ശത്രുക്കളെ പെട്ടെന്ന് കൊന്നുകളയാണ്. എങ്ങനെ? മിത്രങ്ങളാക്കി മാറ്റിക്കൊണ്ട്. ശത്രുക്കളെ കൊല്ലാനുള്ള ഏറ്റവും നല്ല മെത്തേഡ് എന്താണ്? മേക്ക് ദം യുവർ ഫ്രണ്ട്സ്. അവരെ നമ്മുടെ മിത്രങ്ങളാക്കി മാറ്റിക്കൊണ്ട് നമുക്ക് നമ്മുടെ ശത്രുക്കളെ എല്ലാം ഇല്ലാതാക്കാൻ സാധിക്കും. അപ്പൊ സ്പിരിച്വൽ കോഷ്യൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ അതിന്റെ കൂടുതൽ സംഭവങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അടുത്തത് ക്രിയേറ്റിവിറ്റി കോഷ്യൻസ്. എല്ലാ സംഭവങ്ങളെയും വ്യത്യസ്തമായ ഒരു കണ്ണോടുകൂടെ കാണാനും വ്യത്യസ്തമായ രീതിയിൽ അപ്രോച്ച് ചെയ്യാനും വ്യത്യസ്തമായ രീതിയിൽ പ്രസന്റ് ചെയ്യാനും വ്യത്യസ്തമായ രീതിയിൽ കാര്യങ്ങളെ തുടങ്ങാനും വ്യത്യസ്തമായ രീതിയിൽ കാര്യങ്ങളെ അവസാനിപ്പിക്കാനും ഒക്കെയുള്ള കഴിവ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അലക്സാണ്ടർ ജേക്കബ് IPS അദ്ദേഹം പറയുകയാണ്, അദ്ദേഹത്തിന്റെ ഒരു ക്ലാസ്സിൽ ഒരു എസ്സേ എഴുതുമ്പം ആ തുടക്കം ഫസ്റ്റ് പാരഗ്രാഫ് ഗംഭീരമായിരിക്കണം. അതായത് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 40 വർഷം കഴിഞ്ഞു എന്ന് പറയുന്നതിന് പകരം എന്താണ് 40 തവണ ഭൂമി സൂര്യനെ എന്ത് ചെയ്തു? വലയം വെച്ച് കഴിഞ്ഞ മനോഹരമായ നാളുകളാണെന്നുള്ള രീതിയിൽ നമുക്ക് പറയാനായിട്ട് പറ്റിയാൽ അത് മനോഹരമാവും. പിന്നെ നമുക്ക് എന്താണ് ഒരു മനോഹര പവർഫുൾ ആയിട്ടുള്ള ഒരു കൊട്ടേഷനോട് കൂടെ തുടങ്ങിയാൽ
പവർഫുൾ ആയിട്ടുള്ള ഒരു കൊട്ടേഷനോട് കൂടെ എൻഡ് ചെയ്താൽ ഒക്കെ അത് ഭയങ്കര ഇതാവും. ഇപ്പൊ ഞാൻ മുമ്പേ പ്രസംഗിച്ചപ്പോ നിങ്ങളെ ശ്രദ്ധിച്ചോ? അപ്പൊ നമ്മൾ പ്രസംഗിക്കുമ്പോൾ ഭയങ്കര പവർഫുൾ ആയിട്ട് ജസ്റ്റേഴ്സ് ഒക്കെ മാക്സിമം യൂസ് ചെയ്ത് പവർ നമ്മുടെ ബോഡി ലാംഗ്വേജിലും വാക്കിലും നമ്മുടെ ശരീരത്തിലും എല്ലാം കൊണ്ടുവരാനായിട്ട് പരിശ്രമിച്ചാൽ എവിടെയും എല്ലാ കാര്യത്തിലും ഒരു ക്രിയേറ്റിവിറ്റിക്ക് സ്പേസ് ഉണ്ട്. അപ്പൊ ആ ക്രിയേറ്റിവിറ്റിയുടെ സ്പേസ് കൃത്യമായിട്ട് എംപ്ലോയ് ചെയ്യാൻ, യൂസ് ചെയ്യാൻ ഉള്ള കോഷ്യൻസ് ആണ് ക്രിയേറ്റിവിറ്റി കോഷ്യൻസ്. അപ്പൊ നമ്മുടെ മക്കളോട് ചോദിച്ചു നോക്കണം, മറ്റ് വേലകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു നോക്കണം, മറ്റു മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു നോക്കണം. അപ്പൊ നമുക്ക് പെട്ടെന്ന് ക്രിയേറ്റിവിറ്റിയുടെ ഡയമെൻഷൻസ് നമുക്ക് കിട്ടും. അപ്പൊ ക്രിയേറ്റിവിറ്റി കോഷ്യൻസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോഷ്യൻസ് ആണ്. അപ്പൊ അത് ഭാഷയില് ഒരു ഡിസിഷൻ എടുക്കുന്നതിൽ എല്ലാം ക്രിയേറ്റിവിറ്റി വേണം. ഈവൻ അടുക്കളയിൽ പാകം ചെയ്യുന്നതിനകത്ത് പോലും ക്രിയേറ്റിവിറ്റി കൊണ്ടുവരാം. ഇച്ചിരി ചാട്ട് മസാലയൊക്കെ ഇട്ട് ഒരു ചപ്പാത്തിക്കകത്ത് ഇച്ചിരി പച്ചക്കറിയും കൂടെ ഒക്കെ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് ചൂടാക്കി ചുട്ടെടുത്ത് കൊടുത്താൽ പിള്ളേർ സുഖമായിട്ട് കഴിക്കും. ഇപ്പൊ ചെറിയ ക്രിയേറ്റിവിറ്റി എലമെന്റ്സ് മതി, ചെറിയ ക്രിയേറ്റിവിറ്റി എലമെന്റ്സ് മതി ഭയങ്കരമായ ഔട്ട്പുട്ട് വ്യത്യാസപ്പെടുത്താൻ. അപ്പൊ അതുകൊണ്ട് കുഞ്ഞുങ്ങളോട് എല്ലാ കാര്യങ്ങളിലും പുതുമ ട്രൈ ചെയ്യാൻ, പുതിയ രീതിയിൽ അതിനെ കാണാൻ, മറ്റാരും കാണാത്ത രീതിയിൽ കാണാൻ, മറ്റാരും ചെയ്യാത്ത രീതിയിൽ ചെയ്യാൻ ഒക്കെ ഒന്ന് എൻകറേജ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുവാണെന്നുണ്ടെങ്കിൽ അത് വളരെ കൗതുകരമായ ഒരു കാര്യമാണ്, വളരെ കൗതുകരമായ ഒരു കാര്യമാണ്. അപ്പൊ നമുക്ക് ഞാൻ ഇപ്പോൾ ചെറിയൊരു ആക്ടിവിറ്റി, ഒരിക്കലും ഒരു സാറ് ഒരു കുട്ടിയുടെ കയ്യിൽ ഒരു പീസ് പേപ്പർ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഈ പേപ്പറിനകത്തുനിന്ന് ഒരു സർക്കിൾ ഉണ്ടാക്കാമോ എന്ന് ചോദിച്ചു. ഒരു കുട്ടിയുടെ കയ്യിൽ ഒരു കഷ്ണം പേപ്പർ കൊടുക്കുവാണ്. എന്നിട്ട് അവന്റെ അടുത്ത് ചോദിച്ചു, ഇതിനകത്തുനിന്ന് ഒരു സർക്കിൾ ഉണ്ടാക്കാമോ എന്ന് ചോദിച്ചു. അപ്പൊ ആ കുട്ടി എന്ത് ചെയ്തെന്നറിയാം? അവന്റെ കയ്യിലിരുന്ന ആ പേപ്പർ അകത്തൂടെ അങ്ങ് കീറി പെട്ടെന്നൊരു സർക്കിൾ ഉണ്ടാക്കി സാറിന് കൊടുത്തു. സാറിന് ഇങ്ങനെ സർക്കിൾ ഉണ്ടാക്കി കൊടുത്തു. അപ്പൊ സാറ് പറഞ്ഞു, നീ അതിനകത്തൂടെ ഇറങ്ങാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെ ഇറങ്ങാൻ പറ്റുന്നില്ല, കീറിപ്പോയി. ഇതേ സമയം ഈ ക്ലാസ്സിൽ വേറൊരു കുട്ടി, അപ്പുറത്തൊരു ഒരാളൊരു വളരെ പാവപ്പെട്ട ഒരു കുട്ടി ക്ലാസ്സിൽ ഇരിപ്പുണ്ട്. അവന്റെ കയ്യില് സാറ് ഒരു കീറിയ ഒരു പേപ്പറാണ് കൊടുത്തത്. നല്ല പേപ്പർ അല്ല കൊടുത്തത്, കീറിയ ഒരു പേപ്പർ ആ രണ്ടാമത്തെ കുട്ടിയുടെ കയ്യിലോട്ട് കൊടുത്തു. എന്നിട്ട് രണ്ടാമത്തെ കുട്ടിയുടെ അടുത്ത് പറഞ്ഞു, ഈ കീറിയ പേപ്പറിനകത്ത് നിന്ന് നിനക്കൊരു സർക്കിൾ ഉണ്ടാക്കാൻ പറ്റുമോ? പറഞ്ഞ ആ കുട്ടി ഇങ്ങനെ കണ്ണടച്ച് ഇങ്ങനെ ചിന്തിച്ചു, ഒരു സെക്കൻഡ് പ്രാർത്ഥിച്ചു, കീറിയ പേപ്പർ കുട്ടിയുടെ കൈ കൊടുത്തിട്ട്. എന്നിട്ട് അവൻ എന്തോ ചെയ്തെന്നറിയാം? അവന് ആ പേപ്പറിനകത്ത് ഒരു ഓട്ട ഇട്ടു. ഇനി അറ്റം കീറി പോവാതെ അകത്തുകൂടി ഇങ്ങനെ ഒരു ഓട്ട ഇടുവാണ്. ആ നീളമുള്ള പേപ്പറിനകത്തു കൂടെ ഒരു ഓട്ട ഇട്ടു. നിങ്ങൾക്കിത് കാണാമെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കോ. ആ കീറിയ പേപ്പറിനകത്തു കൂടെ അവൻ വീണ്ടും ഒരു കീറലും കൂടെ ഇടുകയാണ്. വളരെ ശ്രദ്ധയോടുകൂടെ കീറി ഇനി അറ്റത്ത് വന്ന് കീറി ഇങ്ങനെ വരികയാണ്. ഇനി അറ്റത്ത് വന്ന് പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇതാ പേപ്പർ കീറി അങ്ങേ അറ്റത്തെത്തിയപ്പോ അങ്ങേ അറ്റം എന്ത് ചെയ്തില്ല? കീറി കളയാതെ ഇങ്ങനെ കീറിപ്പോയ പേപ്പറിനകത്തുകൂടെ ഒരു ഓട്ട ഇട്ടു. ഇപ്പൊ എന്ത് ചെയ്യാം? സുഖമായിട്ട് അതിനകത്തുകൂടെ ഇറങ്ങാം, ഒരു പാടുമില്ല. വീണ്ടും ഒന്നും കൂടെ കീറിപ്പോയാലോ? പ്രിയപ്പെട്ട കൂട്ടുകാരെ, ശ്രദ്ധാപൂർവം നമ്മുടെ കയ്യിലിരിക്കുന്ന പേപ്പറിനകത്തുകൂടെ വീണ്ടും ഒരു കീറൽ ഇങ്ങനെ ഇടുകയാണെന്നുണ്ടെങ്കിൽ, സൂക്ഷിച്ച് കീറി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഈ നീളൻ പേപ്പർ കൊണ്ട് വലിയൊരു വൃത്തം ഉണ്ടാക്കാം. 2 or 3 പേർക്ക് അതിനകത്തൂടെ ഇറങ്ങി പോകത്തക്ക വിധമുള്ള ഒരു വൃത്തം ഉണ്ടാക്കാനായിട്ട് സാധിക്കും. സിമ്പിൾ ആയിട്ടുള്ള സാധനമാണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള സാധനമാണ്. പക്ഷെ ഒരു ഇച്ചിരി ക്രിയേറ്റിവിറ്റി വേണം, ഒരല്പം ക്രിയേറ്റിവിറ്റി വേണം. അപ്പം ഒരു പുതുമയോടുകൂടെ എല്ലാം ചെയ്യാൻ, എല്ലാ കാര്യങ്ങളും. അപ്പൊ നമ്മൾ ഡ്രസ്സിങ് ആണെങ്കിലും, നമ്മുടെ മുടി ചെയ്യുമ്പോഴാണെങ്കിലും, നമ്മുടെ ഒരു ചെടി ക്രമീകരിക്കുമ്പോഴാണെങ്കിലും എങ്ങനെ അത് ഏറ്റവും ബെസ്റ്റ് ആക്കാം, ഒരു ബെസ്റ്റ് വേർഷൻ എങ്ങനെ പുറത്തെടുക്കാം എന്നുള്ള ഒരു അന്വേഷണം വേണം. ആ അന്വേഷണം വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് എല്ലാം സംഭവിച്ചുകൊള്ളും. അടുത്ത ഒരു ഭയങ്കര സംഭവമാണ് മോറൽ കോഷ്യൻസ്. ശരി തെറ്റുകൾ കണ്ടുപിടിച്ച്
ശരി തിരഞ്ഞെടുക്കാനുള്ള ഒരു കഴിവ് നമ്മുടെ കുഞ്ഞുങ്ങളിൽ ബിൽഡ് ചെയ്യണം. മോറൽ കോഷ്യൻസ്, കൾച്ചറൽ കോഷ്യൻസ്, നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ നാടിന്റെ സംസ്കാരങ്ങള്, രീതികള്, പാട്ട്, കൊയ്ത്തുപാട്ട്, നാടൻ പാട്ടുകള്, നമ്മുടെ ഡാൻസുകള്, നമ്മുടെ ചുറ്റുപാടുമുള്ള കൾച്ചറൽ ആയിട്ടുള്ള സംഭവങ്ങള്, നമ്മുടെ ആർക്കിടെക്ചർ, നമ്മുടെ രുചികള്, ഇതെല്ലാം ശ്രദ്ധയോടെ പരീക്ഷിച്ച് നോക്കാനും ആസ്വദിക്കാനും നമ്മുടെ മക്കളെ പഠിപ്പിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പിള്ളേർക്കെല്ലാം നൂഡിൽസ് മതി. പക്ഷെ ഇപ്പൊ എന്താണ്, ആളുകൾ എന്താണ്, കപ്പ മീൻകറിയിലോട്ടും പഴങ്കഞ്ഞിയിലോട്ടും ഒക്കെ മടങ്ങുകയാണ്. കാലം മാറി വരുന്നത് കണ്ടോ. ഇപ്പം 5 സ്റ്റാർ ഹോട്ടലിൽ കിട്ടുന്ന ഒരു വിഭവമായി മാറി പഴങ്കഞ്ഞി. നല്ല പഴങ്കഞ്ഞി, ഉണക്കമീനും പഴങ്കഞ്ഞിയും കിട്ടുന്ന സ്ഥലമാണ് 5 സ്റ്റാർ ഹോട്ടൽ. അപ്പൊ എവിടെ നാടൻ എന്ന് കണ്ടാലും ആളുകൾ ഓടിക്കൂളും. നാടൻ പഴം ആളുകൾ ഓടി വരും, നാടൻ മാങ്ങ ആളുകൾ ഓടി വരും, നാടൻ ഭക്ഷണം ആളുകൾ ഓടി വരും. വെറുതെ നാടൻ എന്ന് എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടൻ ഭയങ്കര അട്രാക്ഷൻ ആണ്. ഇത് അച്യുശങ്കർ സാറ് പറഞ്ഞപ്പോഴാണ് ഞാനിത് ശ്രദ്ധിച്ചത്. ഇങ്ങനെ നാടൻ എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഫാൻസി വാക്കാണെന്ന്. അതുകൊണ്ട് കടകളുടെ എല്ലാം ഫ്രണ്ടില് നാടൻ, നാടൻ പച്ചക്കറി, നാടൻ പഴങ്ങൾ, നാടൻ വിഭവങ്ങൾ, നാടൻ ഊണ്, നാടൻ ചായ, നാടൻ വട എന്നൊക്കെ എഴുതി വെച്ച് കഴിഞ്ഞാൽ ആളുകൾ കൂടും. കാരണം അത്രയ്ക്ക് ഇഷ്ടമാണ് ആളുകൾക്ക് നാടൻ. അപ്പൊ കൾച്ചറലായിട്ടുള്ള ഒരു സൗന്ദര്യം ആസ്വദിക്കാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഡിജിറ്റൽ കോഷ്യൻസ്. ഈ ടെക്നോളജിയിലോട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ വന്ന് ചാടിയിരിക്കുവല്ലേ. ഒരു സമയത്ത് നമ്മൾ പറഞ്ഞു മൊബൈൽ ഫോണിൽ നോക്കരുതെന്ന്. പിന്നെ നമ്മൾ എന്തോ പറഞ്ഞു, മൊബൈൽ ഫോണിൽ നിന്ന് മാറരുതെന്ന് കോവിഡിന്റെ സമയത്ത് പറഞ്ഞു. ഇപ്പൊ പിന്നെ എല്ലാരും മൊബൈൽ ഫോണിൽ നിന്ന് മാറ്റി ഇരുത്താനായിട്ട് ഭയങ്കരമായിട്ട് പരിശ്രമിച്ച് പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പരിശ്രമിച്ച് പരാജയപ്പെട്ടു പോകുന്ന ആളുകളൊക്കെ ഒരു 1 ടൈപ്പ് ചെയ്യാമോ ചാറ്റില്? ഞാൻ ആദ്യമേ 1 ടൈപ്പ് ചെയ്യും. മുംതാസ് ഒക്കെ ടൈപ്പ് ചെയ്തു, സ്മൃതി എല്ലാം ടൈപ്പ് ചെയ്തു. ടെക്നോളജി പിള്ളേർക്ക് കൊടുത്തു. പിന്നെ ഇനിയിപ്പൊ തിരിച്ച് മാറ്റാൻ നമ്മൾ എത്ര വിചാരിച്ചിട്ടും പറ്റുന്നില്ല എന്നുള്ളത് വലിയൊരു യാഥാർത്ഥ്യമാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടെക്നോളജി നല്ല സാധനങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യാം. ടെക്നോളജി നമ്മള് കുട്ടികൾക്ക് ChatGPT ഒക്കെ പ്രയോജനം പഠിപ്പിച്ചു കൊടുക്കണം. ഗാമ AI വെച്ച് പവർ പോയിന്റ് ഉണ്ടാക്കാൻ പഠിപ്പിക്കണം. സുനോ AI വെച്ച് പാട്ടുണ്ടാക്കാൻ പഠിപ്പിക്കണം. എത്ര ഭയങ്കര ചൈൽഡ് ഫ്രണ്ട്ലി ആയിട്ടുള്ള AI ടൂൾസ് ആണ് ഇപ്പൊ വന്നിരിക്കുന്നത്. നമ്മുടെ മിടുക്കരായിട്ടുള്ള പിള്ളേരെല്ലാം ഇപ്പം ടെക്നോളജി വെച്ചാണ് പഠിക്കുന്നത്. കോളേജിൽ നിന്ന് ടീച്ചർ കൊടുക്കുന്ന നോട്ട് ഒറ്റ ഫോട്ടോ അങ്ങോട്ട് എടുത്തിട്ട് ChatGPT എടുത്ത് പറയും, ഇത് പോയിന്റ് ആക്കി തരാൻ പറഞ്ഞാൽ പോയിന്റ് ആക്കി തരും, ഇത് സിമ്പിൾ ആക്കി തരാൻ പറഞ്ഞാൽ സിമ്പിൾ ആക്കി തരും. താങ്ക് യു വെരി മച്ച്. ടാനിയ മെസ്സേജ് ഇട്ടേക്കുന്നു. താങ്ക് യു ടാനിയ. നമ്മുടെ ഡെയിലി ലൈഫുമായിട്ട് ടെക്നോളജിയെ ഇന്റഗ്രേറ്റ് ചെയ്ത് മെച്ചപ്പെടാൻ അവരെ സഹായിക്കാം. ടെക്നോളജിയിൽ നിന്ന് നമുക്കിനി എസ്കേപ്പ് ഇല്ല. ഞാൻ പറയുന്നതിനോട് നിങ്ങൾ എഗ്രി ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു 2 ടൈപ്പ് ചെയ്യാമോ? ടെക്നോളജിയിൽ നമുക്കിനി എസ്കേപ്പ് ഒന്നുമില്ല. പക്ഷെ ടെക്നോളജിയെ നമുക്ക് ഒന്നുകിൽ ഒരു ഡിസാസ്റ്റർ ആക്കി മാറ്റാം, അല്ലെങ്കിൽ സക്സസിനുള്ള ഒരു താക്കോലാക്കി മാറ്റാം. ടെക്നോളജിയെ സക്സസിനുള്ള താക്കോലാക്കി മാറ്റണം. നമ്മൾ കണ്ടോ, ഇന്ന് രാത്രി നമ്മൾ എല്ലാവരും കൂടി ഇരുന്ന് വർത്തമാനം പറയുന്നത് കണ്ടോ? എങ്ങനെ ഇത് പറ്റിയത്? ടെക്നോളജിയെ നമ്മുടെ സക്സസിനുള്ള ഒരു താക്കോലാക്കി മാറ്റുകയാണ്. മാർത്തബ്ലസ് ട്രെയിനിങ് കോളേജ് 70ാമത്തെ വർഷം പൂർത്തിയാക്കുമ്പം പൊതുസമൂഹത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ കുറെ നല്ല കാര്യങ്ങൾ ചെയ്യണം എന്ന് ഞങ്ങൾ കോളേജ് ഫാമിലി, പിതാവും ബർസാറച്ചനും ഞങ്ങളെ കോളേജിലെ സ്റ്റുഡൻസും യൂണിയനും ടീച്ചേഴ്സും എല്ലാവരും കൂടെ തീരുമാനിക്കുവാണ് പൊതുസമൂഹത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ കുറെ നല്ല കാര്യങ്ങൾ ചെയ്യണം. അതിന്റെ ഭാഗമായിട്ടാണ് ഈ 5 ഡേ ട്രെയിനിങ് ടെക്നോളജി ഉപയോഗിച്ചാണ്. ഇനി ഇതാ 60 മണിക്കൂറിന്റെ ട്രെയിനിങ്. ഫസ്റ്റ് ടോക്ക് തന്നെ ലഹരിയെ പറ്റിയാണ് കേട്ടോ. അതിപ്രതിഭാശാലിയായ ഒരു പോലീസ് ഓഫീസറാണ് ഫസ്റ്റ് ടോക്ക് നൽകുന്നത്, ഇനോഗ്രൽ ടോക്ക് നൽകുന്നത്. എങ്ങനെയാണ് പറ്റുന്നത്? ടെക്നോളജിയാണ്. എല്ലാം ടെക്നോളജി ഉപയോഗിച്ചാണ്. ഇപ്പൊ നമ്മൾ ഈ പരിപാടി എല്ലാവരും എങ്ങനെയാണ് അറിഞ്ഞത്? ടെക്നോളജി ഉപയോഗിച്ചല്ലേ. പ്രിയപ്പെട്ടവരെ, അടുത്തത് ഹെൽത്ത് കോഷ്യൻസ്. വളരെ ശ്രദ്ധയോടുകൂടെ നമ്മുടെ കുഞ്ഞുമക്കളില് ആരോഗ്യത്തെ പറ്റി ഒരു അവയർനെസ് ഉണ്ടാക്കണം. ഒരു ചിക്കനൊക്കെ ഒറ്റയ്ക്കിരുന്ന് നമ്മുടെ കുഞ്ഞ് തിന്നുവാണെങ്കിൽ എന്റെ മോൻ മിടുക്കനാണെന്നൊന്നും പറയരുത് കേട്ടോ, പ്ലീസ്. കാരണം അതിനകത്തൊക്കെ മാഗ്നിഫിക്കേഷൻ ഉണ്ടാകത്തക്ക രീതിയിലുള്ള വളർച്ചാ ഹോർമോൺ ഒക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങള് അമിതമായി വണ്ണം വെച്ചു പോകും. ഓഡിബിൾ ആണോ? കേൾക്കാമോ ഞാൻ പറയുന്നത്?
ഓഡിബിൾ ആണോ? ആണ്. താങ്ക് യു വെരി മച്ച്. അപ്പം നമ്മള് ടെക്നോളജി ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യണം? വളരാൻ കുട്ടികളെ സഹായിക്കണം. ടെക്നോളജി ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ ഹെൽത്തും എന്ത് ചെയ്യാൻ പറ്റും? മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. പല കളർ പച്ചക്കറി തിന്നണം. തേൻ കുട്ടികൾക്ക് നല്ലതാണ്. സാലഡ്, അവിയല്, സാമ്പാർ, സൂപ്പ് ഒക്കെ വേണം. കുട്ടികളെ അടുക്കളയിൽ കയറ്റൂ. അവരുണ്ടാക്കട്ടെ. അവരെ ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യൂ. അവരുണ്ടാക്കട്ടെ. രസകരമായ രീതിയിൽ ഈ ഫുഡ് ചാനൽസ്, നിങ്ങളുടെയൊക്കെ മക്കള് ഈ ഫുഡിന്റെ ചാനൽസ് കാണാറുണ്ടെങ്കിൽ ഒരു ഇമോജി ഇടാമോ? ഫുഡിന്റെ ചാനൽസ് ഉണ്ട്. ഞങ്ങളുടെ വീട്ടിലും ഫുഡിന്റെ ചാനൽസ് എല്ലാരും ഇരുന്ന് കാണും. എപ്പോഴും വലിയ ഇത് ഫുഡ് ചാനൽസ് ആണ് ഭയങ്കര ഹിറ്റ്, ഭയങ്കര സംഭവമാണ്. അപ്പൊ നമുക്ക് എന്താണ്? നമ്മുടെ കുഞ്ഞുങ്ങൾ ഉണ്ടാക്കട്ടെ. എന്റെ ചാനൽ തന്നെ എന്റെ മോള് മൈസൂർ പാക്ക് ഉണ്ടാക്കിയത് എന്റെ ചാനലിന്റെ തുടക്ക കാലഘട്ടത്തിൽ ഒത്തിരി പേര് കണ്ട ഒരു വീഡിയോ ആയിരുന്നു മൈസൂർ പാക്ക്. ഞങ്ങളുടെ വീട്ടിൽ ഒരു പ്രത്യേകത, 4 പേരും അടുക്കളയിൽ കയറും കേട്ടോ. കുഞ്ഞുങ്ങൾ 4 പേരും അടുക്കളയിൽ കയറും. അടുക്കളയിൽ കയറാത്ത ഒരാളെ ഉള്ളൂ, അത് ഞാനാണ്. മക്കള് 4 പേരും അടുക്കളയിൽ കയറി നല്ല രസകരമായ ജ്യൂസും, ലൈം ജ്യൂസും, ചപ്പാത്തി പിസയും ഒക്കെ പുതിയ വെറൈറ്റികളെല്ലാം അവർ ട്രൈ ചെയ്യും. ചാട്ട് മസാലയും നൂഡിൽസിന്റെ പുതിയ വെർഷൻസ് ഒക്കെ ഇവിടെ ഉണ്ടാക്കുന്നത് കാണാം. ചിലതൊക്കെ ഫ്ലോപ്പ് ആവും, പക്ഷെ ചിലതൊക്കെ ഭയങ്കര രുചിയാണ്. ഭയങ്കരമായ രുചികളിലോട്ട് പിള്ളേർ നീങ്ങുന്നുണ്ട്. അപ്പൊ നമുക്ക് കുറച്ച് ഹെൽത്ത് കോൺഷ്യസ് ആയിട്ട് ചോറിന്റെ അളവ് നല്ലതുപോലെ കുറച്ച് കറികളുടെ അളവെല്ലാം കൂട്ടി, അപ്പൊ നമ്മള് ജ്യൂസും ഫ്രൂട്ട്സും ഒക്കെ കൂടുതൽ കഴിക്കത്തക്ക രീതിയിലുള്ള ഒരു ഫുഡ് ഹാബിറ്റ്സ്, അതോടൊപ്പം എക്സസൈസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. കാരണം മെന്റൽ ഹെൽത്തും സ്പിരിച്വൽ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്തിനെ കൂടെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞ സ്ഥാനത്തിനോട് എഗ്രി ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു തംസപ്പ് ഇടാം. മെന്റൽ ഹെൽത്തും സ്പിരിച്വൽ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്തിനോട് കണക്റ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഞാനൊരു എക്സാമ്പിൾ പറയാം. നമുക്ക് മാനസികമായിട്ട് ഭയങ്കര ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുമ്പം ഐസ്ക്രീം കഴിക്കാനും ഭയങ്കര ചില്ലി ചിക്കൻ കഴിക്കാനും ഒക്കെ തോന്നുമോ? മൈൻഡ് ഡൗൺ ആയിട്ടിരിക്കുമ്പം ഇല്ല. നേരെ മറിച്ച് തിരിച്ച് ഉള്ള കാര്യം കൂടെ ചിന്തിക്കാം. ഭയങ്കരമായിട്ട് പല്ലുവേദന എടുത്തിരിക്കുമ്പം, പല്ലുവേദന എടുക്കും ഭയങ്കരമായിട്ട്, ഫിസിക്കൽ പെയിൻ. അപ്പൊ ഒരു മ്യൂസിക്കൽ കൺസേർട്ട് വേണ്ടതുപോലെ ആസ്വദിക്കാൻ പറ്റുമോ? പാടാ. കാരണം ബോഡി ഡൗൺ ആയിട്ടിരിക്കുമ്പോൾ മൈൻഡിനെ ആസ്വദിക്കാൻ ബുദ്ധിമുട്ടാണ്. ഭയങ്കരമായിട്ട് കണക്റ്റഡ് ആണ് ശരീരവും മനസ്സും, ഈവൻ സ്പിരിറ്റും. ബോഡി, മൈൻഡ് ആൻഡ് സ്പിരിറ്റ്. ആത്യന്തികമായി ജോജു ഒരു സ്പിരിറ്റ് ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എവിടെ താമസിക്കുന്നു? ഈ ബോഡിയിൽ താമസിക്കുന്നു. എന്ത് വെച്ച് ചിന്തിക്കുന്നു? എന്റെ മൈൻഡ് വെച്ച് ചിന്തിക്കുന്നു. ഇന്ന് ഞാനങ്ങ് മരിച്ചുപോയി എന്റെ ഡെഡ് ബോഡി തറയിൽ കിടക്കുവാണെന്നുണ്ടെങ്കിൽ ആ മൃതശരീരത്തെ ആരെങ്കിലും ജോജു ദേ കിടക്കുന്നു എന്ന് പറയുമോ? ഇല്ല. ജോജുവിന്റെ ബോഡി കിടക്കുന്നു എന്നല്ല പറയൂ, ജോജു പോയി, ജോജുവിന്റെ ബോഡി ദേ കിടക്കുന്നു. അപ്പൊ ആത്യന്തികമായി നമ്മൾ ഒരു സ്പിരിച്വൽ ബീയിങ് ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ആ ഒരു ഡിഗ്നിറ്റി എല്ലാ കാര്യങ്ങളിലും നമുക്ക് ഉണ്ടാകണം. അപ്പൊ ഡിജിറ്റൽ കോഷ്യൻസും ഹെൽത്ത് കോഷ്യൻസും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അടുത്ത ഒരു കോഷ്യൻസ് ആണ് ഓൺട്രപ്രണറിയൽ കോഷ്യൻസ്. പ്രിയപ്പെട്ടവരെ, എന്തെങ്കിലും പുതിയ സംരംഭം തുടങ്ങണം, ആരുടെയെങ്കിലും ഒരു ഫേമിൽ പോയി ജോലി ചെയ്യണമെന്നുള്ളതിനേക്കാൾ ഉപരിയായി എനിക്ക് എന്തെങ്കിലും ഒന്ന് തുടങ്ങണം, എനിക്കൊരു ജോലി കൊടുക്കുന്ന ഒരാളായി മാറണം എന്നുള്ള ഓൺട്രപ്രണറിയൽ കോഷ്യൻസ് വളരെ ഇമ്പോർട്ടന്റ്. അടുത്തത് ക്യൂരിയോസിറ്റി കോഷ്യൻസ്. എന്ത് കണ്ടാലും കൂടുതൽ വായിക്കാനും അറിയാനും ഒക്കെ ഉള്ള ആഗ്രഹം. ശരിക്കും മിടുക്കനായിട്ടുള്ള കുട്ടി സ്കൂളിലെ ക്ലാസ് കഴിഞ്ഞാണ് അവന്റെ പഠനം, അന്വേഷണം ആരംഭിക്കുന്നത്. ടീച്ചർ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവൻ വീണ്ടും സെർച്ച് ചെയ്ത് നോക്കും, അഡീഷണൽ ഇൻഫർമേഷൻസ് ഒക്കെ ഗ്യാദർ ചെയ്യും. അതാണ് ശരിയായ പഠനം. ക്യൂരിയോസിറ്റി കോഷ്യൻസ്. പിന്നെ പാഷൻ കോഷ്യൻസ്. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വലിയ പാഷനോട് കൂടെ ചെയ്യുന്നത്, ചെറിയ ലെവലല്ലത്. പാഷൻ ഈസ് വെരി ഇമ്പോർട്ടന്റ്. ഇഫ് യു വാണ്ട് ടു സക്സീഡ് യു നീഡ് പാഷൻ. എന്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും പാഷനോടെ ചെയ്യണം, ഹാഫ് മൈൻഡ് ആയിട്ട് ചെയ്യരുത്. ഞാൻ ഈ ടോക്ക് പറയുമ്പോഴേ എനിക്ക് ഇങ്ങനെയും പറയാം. അടുത്തത് പാഷൻ കോഷ്യൻസ്. എന്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും പാഷനോട് കൂടെ ചെയ്യണം.
പാഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. കുട്ടികളിൽ നമുക്ക് പാഷൻ ഡെവലപ്പ് ചെയ്യാനായിട്ട് പരിശ്രമിക്കാം. ഇങ്ങനെ വേണേലും പറയാം, അല്ലെങ്കിൽ എന്തോ പറയാം, പാഷൻ ഇമ്പോർട്ടന്റ് ആണ്, പാഷൻ കോഷ്യൻസ് ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ മക്കളിൽ പാഷൻസ് ഡെവലപ്പ് ചെയ്യും, ഇങ്ങനെ വേണേലും പറയാം. നമ്മൾ പാഷനോട് കൂടെ എന്ത് ചെയ്താലും ആൽക്കമിസ്റ്റിൽ പറയുന്നത് പോലെ ലോകം മുഴുവൻ നമുക്ക് വേണ്ടി ഗൂഢാലോചന നടത്തും, നമ്മളെ എന്ത് ചെയ്യാൻ, ആ മേഖലകളിൽ വിജയിപ്പിക്കാൻ. റെസിലിയൻസ് കോഷ്യൻസ്, എന്തെങ്കിലുമൊക്കെ ടൈറ്റ് ആയിട്ടുള്ള ചാലഞ്ചിങ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വരുമ്പം ഇട്ടിട്ട് ഓടാൻ തോന്നത്തില്ലേ? ആ തോന്നുമ്പോ പിടിച്ചു നിൽക്കാനായിട്ടുള്ള കഴിവ്. When things go wrong as they sometimes will, when the road you're trudging seems all uphill, when funds are low and debts are high, you want to smile, but you have to sigh, and care is pressing you down a bit. Rest if you must, but don't you quit. ക്വിറ്റ് ചെയ്യരുത്, വേണേ പോയി റെസ്റ്റ് ചെയ്തോളൂ. സാഹചര്യങ്ങളെല്ലാം ടഫൊക്കെ ആയി വരും. സാഹചര്യം ഏറ്റവും ടഫായിരിക്കുന്നത് എപ്പോഴാണ്? നമ്മളെ സക്സസിന്റെ തൊട്ടടുത്തെത്തുമ്പോഴാണ്. അപ്പൊ ഞാന് ഈ 5 day പേരന്റൽ ട്രെയിനിങ് ഒക്കെ നടത്തുന്നതിന് വേണ്ടിയൊക്കെ ഒരുങ്ങിയപ്പോൾ എന്റെ മനസ്സിൽ ഒരു ചിന്ത തോന്നി, 5 ദിവസം പേരൻസ് ഒക്കെ കയറുമോ? ബിസി അല്ലേ എല്ലാരും യാത്രയിലും വെക്കേഷനിലും ഒക്കെ അല്ലേ, ആരെങ്കിലും കയറുമോ എന്നൊക്കെ എനിക്ക് എന്ത് തോന്നി, ഡൗട്ട് തോന്നി. പക്ഷെ പ്രിയപ്പെട്ടവരെ, വളരെ നോളജബിൾ ആയിട്ടുള്ള ഒരു കൂട്ടം ആളുകള് കൃത്യമായിട്ട് എന്ത് ചെയ്യുകയാണ്, ഈ പേരന്റിങ്ങിന്റെ ചിന്തകളെ ശ്രദ്ധിക്കുകയും എനിക്ക് കമന്റ് അയക്കുകയും എനിക്ക് ഒത്തിരി പുതിയ കാര്യങ്ങൾ, ഇന്നലെ റോബർട്ട് പറഞ്ഞു തന്നതുപോലെ പുതിയ കാര്യങ്ങൾ പറഞ്ഞു തരികയൊക്കെ ചെയ്യുകയാണ്. അപ്പൊ നമ്മൾ എന്താണ്, ഒരു ഡൗട്ട് വന്നാലും നമ്മൾ തോറ്റു കൊടുക്കാതെ മുന്നോട്ട് നീങ്ങണം. റെസിലിയൻസ് കോഷ്യൻസ്. അടുത്തത് ലീഡർഷിപ്പ് കോഷ്യൻസ്. എ ലീഡർ ഈസ് വൺ ടു നോ ദ വേ, വാക്ക് ദ വേ ആൻഡ് ഷോസ് ദ വേ. നമ്മുടെ മക്കളെ വഴി കണ്ടെത്താനും മുന്നേ നടക്കാനും ആ നടക്കുന്നതിന്റെ ലോജിക്ക് എന്താണെന്ന് വ്യക്തമായി എല്ലാവരോടും പറയാനും ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, നന്നായി പരിശീലിപ്പിച്ചെടുക്കണം. വലിയ ദൗത്യമാണ്. അടുത്തത് ലേണിംഗ് കോഷ്യൻസ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. പഠനത്തിന്റെ SQ3R മോഡൽ, SQ4R മോഡൽ എന്നൊക്കെ പറഞ്ഞ് പഠനത്തിന്റെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള മെത്തേഡ്സ് ഉണ്ട്. അപ്പൊ നമ്മുടെ മക്കൾക്ക് അത് പഠിപ്പിച്ചു കൊടുക്കണം. സർവേ, ക്വസ്റ്റ്യൻ, റീഡ്, റിഫ്ലക്ട്, റിവ്യൂ, അങ്ങനെ 5 സ്റ്റെപ്പിലൂടെ കടന്നു പോകുമ്പോഴാണ് ലേണിംഗ് സയന്റിഫിക് ആയിട്ടുള്ള ലേണിംഗ് ആയിട്ട് മാറുന്നത്. അതൊക്കെ നമ്മുടെ കുഞ്ഞു മക്കൾക്ക് ശക്തമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കാൻ മാതാപിതാക്കളായ നമുക്ക് എല്ലാവർക്കും ആവണം. അറ്റൻഷൻ കോഷ്യൻസ്. എന്ത് കാര്യത്തിൽ നമ്മൾ വന്നു പെട്ടാലും പൂർണ്ണമായിട്ട് അതിനെ അസിമുലേറ്റ് ചെയ്യാനും ശ്രദ്ധിക്കാനും സ്പോഞ്ച് പോലെ നല്ലത് പിടിച്ചെടുക്കാനും ഒക്കെ ഉള്ള ആ ഒരു താല്പര്യം ഉണ്ടല്ലോ. ഇന്നലെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ടോക്ക് എല്ലാം കഴിഞ്ഞ് ഒരു ടീച്ചർ അവിടെ ഇരുന്ന് എൻ്റെ അടുത്ത് ആ പോയിന്റ്സ് എല്ലാം ഒന്നും കൂടെ പറയാമോ എന്ന് ചോദിച്ച് ഒന്നും കൂടെ മുഴുവൻ പോയിന്റ്സ് ഞാൻ പറഞ്ഞ ടീച്ചർ അത് എഴുതിയെടുത്തോണ്ട് പോയി. അതാണ് ഈ അറ്റൻഷൻ കോഷ്യൻസ്. നല്ല ഒരു സംഭവം കിട്ടുകയാണെങ്കിൽ സ്പോഞ്ച് പോലെ അത് പിടിച്ചെടുക്കാനുള്ള കഴിവ്. നിങ്ങൾ ആരെങ്കിലും ഇതിനകത്ത് ഈ ടോക്കിനിടയ്ക്ക് സ്ക്രീൻഷോട്ട്സ് എടുക്കുന്നുണ്ടോ എന്നറിയില്ല. ഞാൻ ഏത് ടോക്ക് അറ്റൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നല്ല സ്ലൈഡ്സ് എല്ലാം ഞാൻ സ്ക്രീൻഷോട്ട്സ് എടുക്കും. പ്രിയപ്പെട്ടവരെ, ഞാൻ സ്ക്രീൻഷോട്ട്സ് എടുക്കും. എന്നിട്ട് ഞാനത് സേവ് ചെയ്ത് വെക്കും, എനിക്കത് വീണ്ടും കാണാനും വായിക്കാനും. അടുത്തത് മൈൻഡ്ഫുൾനെസ് കോഷ്യൻസ്. ഈ ചോറൊക്കെ ഉണ്ണുമ്പോഴേ രുചി മനസ്സിലാക്കി ചവച്ചരച്ചൊക്കെ തിന്നണം. എന്ത് ചെയ്താലും അതിനകത്ത് നമ്മുടെ ഫുൾ പേഴ്സണാലിറ്റി കൊടുക്കണം. അല്ലാതെ സ്കൂൾ ബസ് കാത്തു നിൽക്കുന്ന കുട്ടി ദോശയല്ല തിന്നുന്നത്, ബസ്സിനെയാണ് തിന്നുന്നതെന്ന് പറയാറുണ്ട്. സ്കൂൾ ബസ് കാത്തു നിന്ന് റോഡിലോട്ട് നോക്കി സ്പീഡിന് തിന്നുക. കുട്ടി എന്തിനെയല്ല തിന്നുന്നത്, ദോശയല്ല തിന്നുന്നത്. കുട്ടി എന്തിനാ തിന്നുന്നത്, ബസ്സിനെയാണ് തിന്നുന്നതെന്ന. കുട്ടി ദോശയല്ല തിന്നുന്നത്, കുട്ടി ബസ്സിനെയാണ് തിന്നുന്നത്. അങ്ങനെയൊക്കെയുള്ള അപകടങ്ങൾ ഉണ്ടായേക്കാം. മൈൻഡ്ഫുൾനെസ് കോഷ്യൻസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അടുത്ത 3 കോഷ്യൻസും കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ കൺക്ലൂഡ് ചെയ്യുവാണ്. ഫിനാൻഷ്യൽ കോഷ്യൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് പ്രിയപ്പെട്ടവരെ. ഫിനാൻഷ്യൽ കോഷ്യൻസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ഫിനാൻഷ്യൽ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ വായിക്കുന്ന വ്യക്തിയാണ് കേട്ടോ. കഴിഞ്ഞ 25 years കൊണ്ട് ഇന്ത്യയിലെ മിക്ക കമ്പനികളും മിനിമം 25 times എങ്കിലും വളർന്നിട്ടുണ്ട്. കഴിഞ്ഞ 25 years കൊണ്ട് ഇന്ത്യയിലെ നല്ല കമ്പനികൾ മിനിമം ആണ് ഞാൻ പറഞ്ഞത്, ഇൻഫോസിസ് പോലുള്ള കമ്പനികൾ 300 മടങ്ങ് വളർന്നു. ബജാജ് ഫൈനാൻസ് പോലുള്ള കമ്പനികൾ എനിക്ക് തോന്നുന്നു 3000 മടങ്ങൊക്കെ വളർന്നിട്ടുണ്ട്. അതൊക്കെ പോട്ടെ.
25 മടങ്ങെങ്കിലും വളരാത്ത കമ്പനികൾ ഒന്നും ഇന്ത്യയിലില്ല. നമ്മുടെ കുഞ്ഞുമക്കൾക്ക് ഫിനാൻഷ്യൽ ആയിട്ടുള്ള കോഷ്യൻസ് ഉണ്ടാകണം, എൻവയൺമെന്റൽ കോഷ്യൻസ് ഉണ്ടാകണം, പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാനും ചെടി നട്ടുപിടിപ്പിക്കാനും ഒക്കെ ഉള്ള കോഷ്യൻസ്. എല്ലാറ്റിനും ഉപരിയായി ഹാപ്പിനെസ്സിന് വില കൊടുക്കുന്നവരായി മാറട്ടെ നമ്മുടെ കുഞ്ഞുമക്കൾ. ഹാപ്പിനെസ്സിന് വില കൊടുക്കുന്നവരായി, വളരെ ലളിതമായ സിമ്പിൾ ആയിട്ടുള്ള സ്നേഹത്തിന്റെ ഒരു ഫ്രണ്ട്ലി പേരന്റിങ്ങിലൂടെ, ഭയങ്കര ലവിങ് ആയിട്ടുള്ള പേരന്റിങ്ങിലൂടെ നമുക്ക് നമ്മുടെ മക്കളുടെ ഉള്ളിലുള്ള ആ മഹാപ്രതിഭാശാലിയെ പുറത്തെടുക്കാനായിട്ട് ജാഗ്രതയോടെ പരിശ്രമിക്കാം. ഞാൻ ഇന്ന് പങ്കുവെച്ചത് 20 ക്വസ്റ്റ്യൻസ് ആണ്, 20 ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ പങ്കുവെച്ചത്. അപ്പൊ നിങ്ങള് നോട്ട് ചെയ്തു എന്ന് കരുതുന്നു. നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം. നമ്മുടെ ജീവിതയാത്രയിൽ നമ്മുടെ മക്കളുടെ ഉള്ളിലുള്ള ബെസ്റ്റ് പുറത്തെടുക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. 1-2 കാര്യങ്ങൾ ഞാനൊന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ഷെയറിങ്ങും കൂടെ കഴിഞ്ഞ് പെട്ടെന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഞാൻ ഒരിക്കൽ കൂടെ നിങ്ങളെ എല്ലാവരും ഓർപ്പിക്കുകയാണ്, നാളെയും കൂടെയാണ് നമ്മുടെ ട്രെയിനിങ് പ്രോഗ്രാം. നാളെയാണ് നമ്മുടെ ലാസ്റ്റ് ഡേ, 19-ാം തീയതി. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില ചിന്തകളാണ് നാളെ നൽകാനായിട്ട് ശ്രമിക്കുന്നത്. 7:25, 8:30. ഇന്ന് എൻ്റെ ഒരു വളരെ പ്രിയപ്പെട്ട ഒരു സ്റ്റുഡന്റിന്റെ കല്യാണമായിരുന്നു. അതുകൊണ്ട് ഞാൻ ഓടി വന്നാണ് കയറിയത്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ 3-4 മിനിറ്റ് വൈകിപ്പോയത്. നാളെ കൃത്യം 7:25 തന്നെ നമ്മൾ ആരംഭിക്കും. മോട്ടിവേഷണൽ വീഡിയോയിലൂടെ ആരംഭിക്കും. 8:30 നമ്മൾ കൺക്ലൂഡ് ചെയ്യും. വളരെ പവർഫുൾ ആയിട്ടുള്ള കുട്ടികള് നുണ പറഞ്ഞാൽ എന്ത് ചെയ്യണം, അതിനെപ്പറ്റി നമുക്ക് ചർച്ച ചെയ്യാം ഉടനെ തന്നെ. അതിനു മുമ്പ് ഒരു കാര്യം, നാളത്തെ ലാസ്റ്റ് ഡേയിലേക്ക് നിങ്ങൾ എല്ലാവരെയും ക്ഷണിക്കണം. നിങ്ങൾക്ക് പറ്റുന്നവരെ എല്ലാവരെയും നിങ്ങൾ ക്ഷണിക്കണം നാളത്തെ ലാസ്റ്റ് ഡേയിലേക്ക് എന്ന് ഞാൻ ഒത്തിരി സ്നേഹത്തോടു കൂടി ഓർപ്പിക്കുവാണ്. എനിക്ക് ഇന്ന് അധികം ഷെയർ ചെയ്യാനൊന്നും പറ്റിയില്ല. എന്നിട്ടും നിങ്ങൾ കുറെ ആളുകൾ എത്തി. എന്നാൽ നാളെ നമുക്ക് മാക്സിമം ആളുകളിൽ എത്തിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. നിങ്ങള് ഈ ദിവസങ്ങളിൽ വന്നവർക്ക് എല്ലാവർക്കും ഈ 5 ഡേ കോഴ്സിന്റെ സർട്ടിഫിക്കറ്റും ലഭിക്കുന്നതായിരിക്കും എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. ഈ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ പോയ ആളുകൾക്ക് നമുക്ക് ആദ്യത്തെ ദിവസത്തെ 4 ക്ലാസ്സുകളും ഒരു വീഡിയോ ആയിട്ട് നൽകുകയും ചെയ്യാം. ആ രീതിയിൽ ഞാൻ പ്ലാൻ ചെയ്യുന്നത്. 5th ഡേയുടെ ക്ലാസ് എല്ലാവരും മാൻഡേറ്ററി ആയിട്ട് നിങ്ങൾ എല്ലാവരും പങ്കെടുക്കണം. നാളത്തെ ഗൂഗിൾ ഫോം ഫില്ലിങ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതിനെ ബേസ് ചെയ്താണ് നമ്മൾ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ജനറേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതോടൊപ്പം മറ്റന്നാള് 20-ാം തീയതി നമ്മുടെ 2 hour ട്രെയിനിങ് ഉണ്ട്. കുട്ടികൾക്കെന്നല്ല, മുതിർന്നവർക്ക് ആർക്ക് വേണേലും പങ്കെടുക്കാം. 60 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ട്രെയിനിങ്, 30 ദിവസം. ആദ്യത്തെ ദിവസം ലഹരിയാണ് വിഷയം. വിനോദ് വിക്രമാദിത്യൻ സാറാണ് ടോക്ക് തരുന്നത്. 2-ാമത്തെ ദിവസം സ്വാമി ഗുരുനന്ദാണ്. ഒരു എക്സെപ്ഷണൽ ആയിട്ടുള്ള ഒരു ജീനിയസ് റിസോഴ്സ് പേഴ്സൺ ആണ്. ഹോളിസ്റ്റിക് ലൈഫ്, ഹോളിസ്റ്റിക് വിഷൻ, ഹോളിസ്റ്റിക് ഡെവലപ്മെന്റിനെ പറ്റി ടോക്ക് തരുന്നത്. 3rd ഡേയിൽ NSSന്റെ ബെസ്റ്റ് വോളണ്ടിയർ ആയിട്ടൊക്കെ അവാർഡൊക്കെ കിട്ടിയ ലൈഫ് സ്കിൽ ട്രെയിനർ അർജുൻ ആണ് 3rd ഡേയിൽ. 4th ഡേയിൽ ചെന്നൈയിൽ നിന്നുള്ള ഒരു എക്സെപ്ഷണൽ ആയിട്ടുള്ള ട്രെയിനർ ഡോക്ടർ വിദ്യാഹരി അയ്യർ ആണ്. 5th ഡേയിൽ ഞാൻ തന്നെയാണ് സെഷൻ കൈകാര്യം ചെയ്യുന്നത്. ലേണിംഗ് മൈൻഡ് പവർ, ആക്സലറേഷനും മോട്ടിവേഷനുമാണ് എന്റെ ടോപ്പിക്. ഡേ 1 മുതൽ തന്നെ കുട്ടികൾക്ക് പ്രസംഗ പരിശീലനം, മോട്ടിവേഷണൽ വീഡിയോസ്, അതോടൊപ്പം 60 ഇൻസ്പയറിംഗ് പീപ്പിളിനെ കുട്ടികൾക്ക് പരിചയപ്പെടുത്തും. എല്ലാ ദിവസവും വൈകുന്നേരം നടക്കുന്ന ക്ലാസ്സുകൾക്ക് ശേഷം കുട്ടികൾക്ക് ചെയ്യാൻ കുറച്ച് വർക്കുകൾ, ആ വർക്കുകളെല്ലാം വാട്സാപ്പിൽ ഇടുന്നു, അതെല്ലാം ഡിസ്പ്ലേ ചെയ്യുന്നു. ഇന്നും കൂടെ നമുക്ക് ഏർലി ബേർഡ് ഓഫർ ഉണ്ട് എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. രജിസ്റ്റർ ചെയ്യാൻ താല്പര്യപ്പെടുന്ന കുട്ടികൾക്ക് 800 rupees രജിസ്റ്റർ ചെയ്യാം. അതോടൊപ്പം ഒരു വീട്ടിൽ 2 കുട്ടി ഉണ്ടെങ്കിൽ സെക്കൻഡ് ചൈൽഡിന് 400 rupees രജിസ്റ്റർ ചെയ്യാം. ഇന്ന് രാത്രി 11:59 വരെയാണ് ഈ ഓഫർ ഉള്ളത് എന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കുന്നു. ഇത് ഒത്തിരി പൈസ സമ്പാദിക്കാനൊന്നും അല്ല. റിസോഴ്സ് പേഴ്സൺസിനെല്ലാം ഒരു ഓണറേറിയം കൊടുക്കണം. അത് കൂടാതെ മാർക്കറ്റ്പ്ലേസ് ട്രെയിനിങ് കോളേജിൽ ഈ 70th ഇയറിൽ എന്തെങ്കിലും ചില നല്ല കാര്യങ്ങളൊക്കെ ചെയ്യണം. അതിനുവേണ്ടി ഒരു കുഞ്ഞു ഫണ്ടും കൂടെ സ്വരൂപിക്കുക എന്ന് പറയുന്ന ഒരു ലക്ഷ്യത്തോടു കൂടെയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് അറിയാമല്ലോ, 30 ദിവസത്തെയൊക്കെ ട്രെയിനിങ്ങിന് 5,000, 6,000, 10,000 ഒക്കെയാണ് സാധാരണ ഫീസ്. ഞാൻ തന്നെ കുറെ ട്രെയിനിങ് പ്രോഗ്രാമിനൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. 2 ഡേ 3 ഡേ ട്രെയിനിങ് പ്രോഗ്രാമിനൊക്കെ 5,000, 10,000 ഒക്കെ കൊടുത്താണ് ഞാൻ നല്ല ട്രെയിനിങ് പ്രോഗ്രാമിന് ഞാനും അറ്റൻഡ് ചെയ്തിട്ടുള്ളത്. ഇത് നമുക്ക് വളരെ നോമിനൽ ആയിട്ടുള്ള ഒരു പേയ്മെന്റില് കുട്ടികൾക്ക് 60 മണിക്കൂർ 25 എക്സെപ്ഷണൽ റിസോഴ്സ് പേഴ്സണോടൊപ്പം ഇരിക്കാനും പ്രസംഗം, AI, ഒത്തിരി പുതിയ കാര്യങ്ങളെല്ലാം പഠിച്ചെടുക്കുന്നതിനും
പഠനം രസകരമാക്കുന്നതിനും മെമ്മറി പവർ ആക്സലറേറ്റ് ചെയ്യുന്നതിനും ലേണിംഗ് പവർ ആക്സലറേറ്റ് ചെയ്യുന്നതിനും ഒക്കെയുള്ള ട്രെയിനിങ് പ്രോഗ്രാമാണ്. നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് ഈ സംഭവം കൂടെ ഒന്ന് പറയുകയും കൂടെ ചെയ്യണമെന്ന് ഞാൻ സ്നേഹപൂർവ്വം ഓർപ്പിച്ചുകൊണ്ട് ഞാൻ ഒരു ഫീഡ്ബാക്കിലേക്ക് വരികയാണ്. നിങ്ങൾക്ക് ഫീഡ്ബാക്കിനകത്ത് ചോദ്യങ്ങളൊക്കെ കുട്ടികള് എന്താണ് കള്ളം പറയുന്നതിനെ പറ്റിയുള്ള ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രിയപ്പെട്ടവരെ, കുട്ടികള് കള്ളം പറയുന്നുണ്ടെങ്കിൽ അവർക്ക് ഹെറിഡിറ്റിയിലൂടെയും എൻവയൺമെന്റിലൂടെയും അവരിലേക്ക് കള്ളത്തരങ്ങൾ വരുന്നതാണ്. ആസ് എ പേരന്റ് എൻ്റെ ഉള്ളിലെ കുറവുകള് ഞാൻ പലപ്പോഴും എൻ്റെ മക്കളിൽ കാണാറുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള എറേഴ്സ് കുട്ടികൾക്ക് മാറുന്നതിന് നമ്മൾ കൂടുതൽ പ്യൂരിഫൈ ചെയ്യപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം, അവർക്ക് മഹാത്മജിയുടെ ഒക്കെ ഓണസ്റ്റിയുടെയും സത്യസന്ധതയുടെയും ഒക്കെ സ്റ്റോറീസ്, സിനിമകള്, മൂവീസ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ കാണിച്ചു കൊടുക്കണം. കാരണം തലയ്ക്കകത്തോട്ട് കയറിയിട്ട് കാര്യമില്ല, ഹൃദയത്തിനകത്തോട്ട് വാല്യൂസ് കയറണം. അതിന് ഈ കഥകള്, നോവൽസ്, സിനിമകള്, അമ്മൂമ്മയുടെ സ്റ്റോറീസ്, ആനിമേഷൻ വീഡിയോസ് ഒക്കെയാണ് ഏറ്റവും കൂടുതൽ. അതുകൊണ്ട് കുഞ്ഞുങ്ങൾ ഈ കള്ളത്തരങ്ങൾ ഇതൊക്കെ പറയുമ്പം ഒന്ന് ഓർത്താൽ മതി, നമ്മളും കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ക്ഷമിക്കുക കുഞ്ഞുങ്ങളോട്. അത് ലോകത്തൊന്നും ഇല്ലാത്ത ഒരു കാര്യമായിട്ട് പരിഗണിച്ച് വിഷമിക്കണ്ട. പക്ഷെ ശ്രദ്ധാപൂർവം അവരെ സത്യത്തിന്റെയും നന്മയുടെയും സത്യസന്ധതയുടെയും വിശ്വസ്തതയുടെയും വഴികളിലേക്ക് ഗ്രാജുവലായിട്ട് നമുക്ക് മോഡിഫൈ ചെയ്തെടുക്കാൻ പറ്റണം. അതിനുവേണ്ടിയാണ് നമ്മൾ ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കേണ്ടത് എന്നുള്ള ചിന്ത പെട്ടെന്ന് പറഞ്ഞ് ഞാൻ ഇത് ചെയ്യുവാണ്. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? അപ്പൊ നിങ്ങള് ഇത്രയും കേട്ടതിനകത്തുനിന്ന് എനിക്ക് ഒരു ഇൻപുട്ട് വേണ്ടത്, ഇന്നിപ്പോ അവൈലബിൾ ആയിട്ടുള്ള 66 പേരും നമ്മൾ കുട്ടികൾ ഡെവലപ്പ് ചെയ്യേണ്ട ഡൊമൈൻസ്. ഇപ്പൊ കുറെ ഡൊമൈൻസ് ഞാൻ തന്നെ പറഞ്ഞു. അത് കൂടാതുള്ള ഡൊമൈൻസ് പെട്ടെന്നൊന്ന് ലിസ്റ്റ് ചെയ്ത നന്നായിരുന്നു. ഓരോരുത്തരും ഒരു പുതിയ ഡൊമൈൻ പറയണം. ഫോർ എക്സാമ്പിൾ, വായന, റീഡിംഗ് ഡൊമൈൻ, റീഡിംഗ് കോഷൻസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് വായന. അതുപോലെ നിങ്ങളുടെ എല്ലാവരുടെയും സജഷൻസ് ചാറ്റിലോട്ട് പെട്ടെന്ന് ടൈപ്പ് ചെയ്യും. ഫിനാൻഷ്യൽ ലിറ്ററസി വെരി ഇമ്പോർട്ടൻറ്റ്, ദാറ്റ്സ് എ മസ്റ്റ്. ഫിനാൻഷ്യൽ ലിറ്ററസി, ഫിനാൻഷ്യൽ കോഷൻസ് കൊടുക്കണം. പ്ലേയിങ് ഗെയിംസ്, കളി വെരി ഇമ്പോർട്ടൻറ്റ്. ഗെയിംസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സെറട്ടോണിനും ഡോപ്പമിനും ഓക്സിറ്റോസിനും എൻഡോർഫിനും എല്ലാം കുട്ടികളിൽ ഉണ്ടാകുന്നത് ഗെയിംസിലൂടെയാണ്, കളികളിലൂടെയാണ്. നിരീക്ഷിക്കാനുള്ള കഴിവ് അടുത്ത ഒരെണ്ണമാണ്. പഞ്ച്വാലിറ്റി, പേഷ്യൻസ്, സൈലൻസ് ഒബ്സർവ് ചെയ്യാനുള്ള കഴിവ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പലപ്പോഴും മറുപടി പറയാതിരിക്കുന്നതാണ് ഏറ്റവും നല്ല മറുപടി. പല സാഹചര്യങ്ങളിലും മറുപടി പറഞ്ഞാൽ പിന്നെ ഇങ്ങനെ കേൾക്കും. പലപ്പോഴും മറുപടി പറയാതിരിക്കുന്നതാണ് ഏറ്റവും നല്ല മറുപടി. അത് മറുപടി അർഹിക്കുന്നില്ല എന്ന് നമ്മള് പേഷ്യന്റ് ആയിട്ട് എളിമയോടുകൂടെ ഒരു പുഞ്ചിരിയോടുകൂടെ നമ്മൾ പറയുവാണ് മിണ്ടാതിരിക്കുമ്പോൾ. അപ്പൊ ഇതൊക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവങ്ങളാണ്. ഒത്തിരി സ്നേഹത്തോടെ എല്ലാവർക്കും നന്ദി പറയുന്നു. നമുക്ക് ഞാനിവിടെ സ്റ്റേ ബാക്ക് ചെയ്യും. ഞാനിവിടെ കാണും, കുറച്ചു നേരം കൂടെ ഇവിടെ കാണും. എന്തെങ്കിലും പറയാനും ചോദിക്കാനും ഷെയർ ചെയ്യാനും ഒക്കെ ഉള്ളവർക്ക് അവസരമുണ്ട്. അതിനു മുമ്പ് നമുക്ക് നാഷണൽ ആന്തം ഒന്ന് പ്ലേ ചെയ്യാം. അത് കഴിഞ്ഞ് ഫീഡ്ബാക്ക് ഫോം ഇടും. നമ്മുടെ 5 ഡേ ഗ്രൂപ്പിന്റെയും അതുപോലെ നമ്മുടെ 60 അവർ ട്രെയിനിങ് പ്രോഗ്രാമിന്റെയും ലിങ്കും കൂടെ നമ്മൾ പെട്ടെന്ന് ഇടും. നിങ്ങൾക്ക് അതെല്ലാം ഒന്ന് കണ്ട് ആ 2 ഗ്രൂപ്പിൽ നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്യണമെന്ന് സ്നേഹപൂർവ്വം ഓർപ്പിക്കുന്നു. അപ്പോൾ നമുക്ക് നാഷണൽ ആന്തത്തിലേക്ക് പ്രവേശിക്കാം. जनगण मन अधिनायक जय हे भारत भाग्य विधाता। पंजाब सिंध गुजरात मराठा द्राविड उत्कल बंगा। विंध्य हिमाचल यमुना गंगा उच्चल जलधि तरंगा। तव शुभ नामे जागे तव शुभ आशीष मागे। गाहे तव जय गाथा जनगण मंगलदायक जय हे भारत भाग्य विधाता। जय हे
जय हे जय हे जय 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 हे. താങ്ക് യു വെരി മച്ച്. ആരും പോവരുത്, ഫീഡ്ബാക്ക് ഫില്ല് ചെയ്യണം. ഞാൻ ഒരു 5 ഡേയുടെ ഗ്രൂപ്പിന്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട്. അതിൽ ജോയിൻഡ് ആവാത്തവരെ ക്ലിക്ക് ചെയ്ത് ജോയിൻഡ് ആകുക. ഇനി 60 അവറിന്റെ ഗ്രൂപ്പിന്റെ ലിങ്ക് ഞാൻ ഇപ്പം അങ്ങോട്ട് പേസ്റ്റ് ചെയ്യുവാണ്. നിങ്ങൾക്ക് അത് ഒന്ന് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അതിനകത്ത് ഓൾറെഡി ജോയിൻഡ് അല്ലെങ്കിൽ അതിനകത്തും കൂടെ ജോയിൻ ചെയ്യണമെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. ഫീഡ്ബാക്ക് ഫോം മുകളിലുണ്ട്. നമ്മുടെ എനിക്കൊരു ഫീഡ്ബാക്ക് ഇവിടെ ടൈപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇവിടെ ടൈപ്പ് ചെയ്യാം. ഇല്ലാത്തവർ 5 ഡേയില് നമുക്കൊരു ഫീഡ്ബാക്ക് ടൈപ്പ് ചെയ്യണം. 5 ഡേയുടെ ഗ്രൂപ്പിനകത്ത് നിങ്ങളൊരു ഫീഡ്ബാക്ക് വോയിസ് ആയിട്ടോ ഇടണമെന്ന് സ്നേഹപൂർവ്വം ഓർപ്പിക്കുന്നു. എന്താണ് ഗൂഗിൾ ഫോം ലിങ്ക് ഓൾറെഡി തന്നെ മുകളിൽ ഇട്ടിട്ടുണ്ട്. അത് MTTC നാൻസി ടീച്ചർ ഇട്ടിട്ടുണ്ട്. അത് ഞാൻ ഒന്നും കൂടെ റീപോസ്റ്റ് ചെയ്യുവാണ്. അതും കൂടെ പെട്ടെന്ന് നിങ്ങൾക്ക് ഫില്ല് ചെയ്യാം. ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫീഡ്ബാക്ക് ഇട്ടിട്ടേ പോകാവൂ. എന്തെങ്കിലും വർത്തമാനം പറയാനോ കൂടുതൽ കാര്യങ്ങൾ കേൾക്കാനോ ആഗ്രഹമുള്ളവരെ സ്റ്റേ ബാക്ക് ചെയ്യുവാണെങ്കിൽ ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. കുറച്ചു നേരം കൂടെ നമുക്ക് മറ്റുള്ളവർക്കും ആശയങ്ങൾ പങ്കുവെക്കാനായിട്ടുള്ള അവസരം. ഡേ ട്രെയിനിങ് പ്രോഗ്രാം 20-ാം തീയതി മുതൽ വൈകുന്നേരം 7 മണി മുതൽ 9 മണി വരെയാണ്. എല്ലാ ദിവസവും നമുക്ക് എക്സെപ്ഷണൽ ആയിട്ടുള്ള ഒരു റിസോഴ്സ് പേഴ്സൺ ഉണ്ടാവും. ഓൾമോസ്റ്റ് ഓൾ ഡേയ്സ് ഞാൻ ഉണ്ടാവും. അവർക്ക് കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ ഞാൻ തന്നെയാണ് കൊടുക്കുന്നത് എല്ലാ ദിവസവും. ബാക്കി റിസോഴ്സ് പേഴ്സൺസിന്റെ ഇൻപുട്സും എല്ലാ ദിവസവും. സാറ്റർഡേ സൺഡേ എല്ലാം കണ്ടിന്യൂസ് ആയിട്ടാണ് വരുന്നത്? എല്ലാം കണ്ടിന്യൂസ് ആയിട്ട് എല്ലാം കണ്ടിന്യൂസ് ആയിട്ടാണ്. മെയ് 19 വരെയാണ്. ഇതിനിടയ്ക്ക് എന്തെങ്കിലും ഇതുപോലെ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തതുപോലുള്ള ബുദ്ധിമുട്ടുണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അത് ദിവസം നമ്മൾ മാർച്ച് 20, 21 ദിവസത്തിലോട്ട് 2 ദിവസം കൂടെ നീളും. ഈ 30 ഡേയ്സ് കൂടാതെ എക്സ്ട്രാ ഒരു ദിവസം പേരൻസിന് ഒരു 3 അവർ ട്രെയിനിങ്ങും ഉണ്ട് കേട്ടോ. ലാസ്റ്റ് ഇത് ഈ കുട്ടികളുടെ പരിപാടികളെല്ലാം കഴിയുമ്പം പേരൻസിന് ഒരു സ്പെഷ്യൽ ട്രെയിനിങ് ഉണ്ട്. അത് പേരൻസും കുട്ടികളും കൂടെ ഇരിക്കണം. അത് കുറച്ച് ആ പ്രോസസ്സിനകത്ത് കുറച്ച് ഇന്നർ ഹീലിംഗിന്റെ സൈക്കോ തെറാപ്യൂട്ടിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് പേരൻസും കുഞ്ഞുങ്ങളും കൂടെ ഒരുമിച്ചിരുന്ന് തന്നെ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ആക്ടിവിറ്റീസ് ചെയ്യണം. അതിനുവേണ്ടിയുള്ള ഒരു എക്സ്ട്രാ ഡേയും വരും. ശരിക്കും ഇപ്പോഴത്തെ നമ്മുടെ ഷെഡ്യൂള് ഏപ്രിൽ 20 മുതൽ മെയ് 19 വരെയാണ് 60 അവർ. അത് കഴിഞ്ഞ് അടുത്ത ദിവസം 3 അവർ പേരൻസിന്റെ ട്രെയിനിങ് ആണ്. ഇനി അത് എന്തെങ്കിലും അസൗകര്യം ഏതെങ്കിലും ദിവസം ഗൗരവമായിട്ട് ഉണ്ടാകുന്ന പക്ഷം അത് ഷെഡ്യൂളിൽ എല്ലാവരെയും നേരത്തെ അറിയിക്കും എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. ഇന്ന് 800 റുപ്പീസേ ഉള്ളൂ രജിസ്ട്രേഷൻ. സെക്കൻഡ് ചൈൽഡിന് 400 റുപ്പീസ്. ഇന്നും കൂടെ രാത്രി 12 മണി വരെയാണ് ഇയർലി ബേർഡ് ഓഫർ ഉള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ 1000 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ്. ഓക്കെ സർ, ഫീഡ്ബാക്ക് ഞങ്ങൾ സെൻഡ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു. ഒത്തിരി താങ്ക്സ്. ഹലോ, ചന്ദന ഉണ്ടോ അകത്ത്? സാർ എനിക്ക് ചന്ദന ഉണ്ടോ അകത്ത്? ചന്ദന, ഒത്തിരി സന്തോഷം. പറയൂ മാഡം, പ്ലീസ്. താങ്ക് യു. ഞാൻ ഈ 20